വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരുന്നാട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ദൂത് വളരെ ഗൗരവമായി നിങ്ങളോട് സംസാരിപ്പാൻ. എന്റെ ശബ്ദം ഏറ്റവും അഴുക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. ആമേൻ, ക്ഷമിക്കുക. ആമേൻ. ഇന്ന് രാത്രി എന്റെ ശബ്ദം അഴുക്കാണെങ്കിലും ഞാൻ പറയുന്ന ആള് മാധുര്യമുള്ളയാളാണ്. അതെന്റെ യേശുവിന്റെ നാമമാണ്. തേനിനേക്കാൾ, തേൻ കട്ടയേക്കാൾ മാധുര്യമുള്ള ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. ഇന്ന് രാത്രി വളരെ ഗൗരവമായി ദൂതിന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നത്, വിളമ്പുകാരന്റെ മിടുക്കിനേക്കാൾ കഴിക്കുന്നവന്റെ മിടുക്കാണ് വിളമ്പാനുള്ള ധൈര്യമെന്ന് പറയുന്നത്. ഇരിക്കുന്ന ജനത്തിന്റെ ആവേശമാണ് ദൈവവചനം പറയാനുള്ള ഏത് കർത്താവിന്റെ ദാസന്റെയും അകത്തെ ആവേശവും അകത്തെ വാഞ്ചയും. ഞാൻ വായിച്ച ഈ പുസ്തകം ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. ഞാൻ ആ കുറിവാക്യം പറഞ്ഞപ്പോഴേ വളരെ കഷ്ടപ്പെട്ട് കിടന്ന് ആളുകൾ ബൈബിളിന്റെ പേപ്പർ മറിക്കുന്ന ശബ്ദം എനിക്കിവിടെ ചെവിയിൽ കേൾക്കാമായിരുന്നു. അത്ര വേഗത്തിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ ഓടിയെത്തിയതായി ഞാൻ കണ്ടില്ല. ഞാൻ അറിയാതെ ഒന്ന് തലപൊക്കി നോക്കിയപ്പോൾ ആരോ ഒരാള് ഒട്ടിയിരിക്കുന്ന 2 പേപ്പറിന്റെ പശ പൊട്ടിച്ച് ആ വാക്യം വായിക്കുന്ന ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം സാധാരണ നാം ഓടിയെത്താത്ത ഒരു ഭാഗമാണ് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ വാക്യം. നിങ്ങൾ ബൈബിൾ വായിക്കില്ലെന്നോ നിങ്ങൾ ബൈബിൾ ധ്യാനിക്കില്ലെന്നോ ഒന്നും ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ സ്വാഭാവികമായി നാം ഓടിയെത്താത്ത ഒരു ഭാഗമാണ് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ ഭാഗം. പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാർ 8 പേരുള്ളതിൽ വളരെ അഗ്രഗണ്യമായ ശക്തമായ ശുശ്രൂഷ നിറവേറ്റിയ ഒരു കർത്താവിന്റെ മനുഷ്യനാണ് ഹഗ്ഗായി. പഴയ നിയമത്തിൽ, എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ, പഴയ നിയമത്തിൽ 2 ഗൗരവമുള്ള ശുശ്രൂഷകളാണുള്ളത്. ഒന്നാമത്തത് പൗരോഹിത്യ ശുശ്രൂഷ, രണ്ടാമത്തത് പ്രവാചക ശുശ്രൂഷ. പുരോഹിതന്റെ പ്രത്യേകത, പുരോഹിതൻ എപ്പോഴും ജനത്തിന്റെ കൂടെ നിൽക്കുന്നവനാണ്. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, മനുഷ്യന്റെ ബലഹീനതയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ കഴിവുകേടുകൾക്ക് വേണ്ടി, മനുഷ്യന്റെ ഗതികേടിന് വേണ്ടി 7 കൂട്ടം വസ്ത്രം ധരിച്ച് ഉള്ളങ്കിയും നീളങ്കിയും മാതളപ്പഴവും മണിയും അരക്കെട്ടും നടുക്കെട്ടും നീലനൂലും ധൂമ്രനൂലും പിരിച്ച പഞ്ഞിനൂലുമായി ഉള്ളിൽ ചടവസ്ത്രം ധരിച്ച് കിണ്ണത്തിന്റെ അകത്താടിന്റെ ചോരയും കൊണ്ട് ജനത്തിന്റെ പാപത്തെ പേറി ഉടുപ്പിന്റെ ഒരു പാർശ്വത്തിൽ 10 കൽപ്പനയും മറ്റേ പാർശ്വത്തിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേരും എഴുതി വെച്ച് കാലിൽ ഒരു വെള്ളിച്ചങ്ങല ചുറ്റി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ മരണമാകുന്ന വാള് തന്റെ കഴുത്തിൽ വീഴുമോ എന്ന് പോലും അറിയാതെ നെഞ്ചിടിപ്പോടുകൂടെ കുഞ്ഞാടിന്റെ ചോരയും കൊണ്ട് ആലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന പൗരോഹിത്യ ശുശ്രൂഷ. പുരോഹിതന്റെ പ്രത്യേകത, പുരോഹിതൻ എപ്പോഴും മനുഷ്യന്റെ സൈഡിലാണ്. മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ ശാപങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യന്റെ കഴിവുകേടുകൾക്ക് വേണ്ടിയാണ് തമ്പുരാന്റെ മുമ്പിൽ പോയി ഇടിവിൽ നിൽക്കുന്നത്. എന്നാൽ പ്രവാചകന്റെ പ്രത്യേകത, പ്രവാചകൻ മനുഷ്യന്റെ പക്ഷത്തല്ല, പ്രവാചകൻ എക്കാലത്തും ദൈവത്തിന്റെ പക്ഷത്താണ്. പ്രവാചകന് ദൈവത്തിന്റെ മനസ്സോട് കൂടെ നിൽക്കണം. പ്രവാചകന് ദൈവത്തിന്റെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കണം. മനുഷ്യന്റെ ബലഹീനതകൾക്ക് സാരമില്ലെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് മുതുകത്ത് 4 തവണ തട്ടിക്കൊടുക്കാൻ പ്രവാചകന് പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഭാഷയ്ക്ക് മൂർച്ചയുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ ബോഡി ലാംഗ്വേജ് വേറെയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു ദൈവമനുഷ്യൻ കയറി വരുമ്പോൾ മൊട്ടത്തലയാ കയറിവ എന്ന് പറഞ്ഞ് അപമാനിച്ച ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ കാര്യം ബൈബിൾ പറയുന്നു. കരുണയില്ലാതെ ആ കുഞ്ഞുങ്ങളെ മൃഗം ആക്രമിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. നിങ്ങൾ ആ ഭാഗം തെറ്റിദ്ധരിക്കരുത്. അവിടെ വിളിച്ചത് കഷണ്ടിയുള്ളയാളെന്നല്ല, ആ വാക്കൊക്കെ എന്നോട് പുറത്തേക്കണേ. അവിടെ വിളിച്ചത് മൊട്ടത്തലയ എന്ന വാക്കാണ്. അതൊരു അപമാന വാക്ക് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ സൈനുണ്ട്. അവരുടെ സഞ്ചാരം കഴുതപ്പുറത്താണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? പ്രവാചകൻ സഞ്ചരിക്കുന്നത് കഴുതപ്പുറത്താണ്. അടുത്തത് മുടി മൊട്ടയടിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കഴുതപ്പുറത്ത്
ആമേൻ തലയിൽ മുടിയില്ലാത്ത ഒരാൾ വരുന്നത് കണ്ടാൽ ആ നാട്ടുകാർക്കറിയാം വരുന്നത് പ്രവാചകനാണ്. മൊട്ടത്തലയ എന്ന് വിളിച്ചത്, ആമേൻ അധിക്ഷേപിച്ചത് പ്രവചന ശുശ്രൂഷയാണ്. തമ്പുരാൻ വെറുതെ വിട്ടില്ല. ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവത്തിന്റെ ആത്മാവിനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും വില കുറച്ച് കാണിക്കുന്നതും എല്ലാ കാലത്തും അപകടമാണ്. ആ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് പ്രവാചകൻ, രണ്ട് പുരോഹിതൻ. ആഴമായി എന്ന് കേൾക്കണം. ഈ അതീവ ഗൗരവമുള്ള രണ്ട് ശുശ്രൂഷകൾ പഴയ നിയമത്തിൽ കൊടി ഉയർത്തി നിൽക്കുകയാണ്. ഞാൻ പഴയ നിയമത്തിലെ എന്റെ പ്രഭാഷണം യേശുവിനെ കുറിച്ച്. പക്ഷെ ഈ ദൂത് എനിക്കൊരു ശകലം ദൂരം സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ ഉറങ്ങിപ്പോയാൽ ഒടുക്കം നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. ആമേ പറ്റുമെങ്കിൽ എന്നെ ശ്രദ്ധിച്ചിരിക്കാൻ വളരെ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ രണ്ടിരട്ടി ആരോഗ്യമെടുത്ത ഓരോ വാക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ദയവായി എന്നോട് കൂടെ വന്നാട്ടെ. പഴയ നിയമത്തിലെ അതിശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയാവ്. ഏലിയാവിന് ദൈവം കൊടുത്തൊരു പ്രവാചക ശിഷ്യനുണ്ട്, പേര് ഏലീശ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതീവ ഗൗരവ പ്രാധാന്യമുള്ള ശുശ്രൂഷ ചെയ്ത ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. ഏലിയാവ് ഏലീശയെ കണ്ടത്തിൽ വെച്ച് കണ്ടെത്തി എന്നാണ് വാക്യം. കണ്ടെത്തി. അവൻ ഒരു പുതപ്പ് അവന്റെ തോളിലിടുന്നു. പുതപ്പ് തോളിൽ വീഴുമ്പോൾ ഏലീശ 12 ഏർക്കാളയുടെ ഉടമസ്ഥനാണ്. 11 മുതലാളിയും 12ാമത്തേതിന്റെ തൊഴിലാളിയുമായി വയലിൽ നിൽക്കുമ്പോൾ അവന്റെ തോളിലേക്ക് ഒരു നിയോഗത്തിന്റെ പുതപ്പ് വീഴുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര വലിയ ഉദ്യോഗത്തിലിരുന്നാലും, എത്ര വലിയ സാലറി വാങ്ങിച്ചാലും, എന്തെല്ലാം മനക്കണക്കുകൾ നിങ്ങൾ കൂട്ടിവെച്ചാലും, അവൻ ദൈവത്തിന് ആവശ്യമുള്ള ഒരു ഏലീശയാണ് നിങ്ങളെങ്കിൽ ആമേൻ ദൈവം നിങ്ങളെ വേർതിരിക്കും. ആ ദൂതിന് രണ്ട് പക്ഷമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏലിയാവ് ഏലീശയെ അവിടുന്ന് എടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഏതാണ്ട് 3-4 ബൈബിൾ കോളേജുകൾ കവർ ചെയ്താണ് ഇവര് പോകുന്നത്. ഗിൽഗാലും ബഥേലും അതുപോലെ യോർദാനുമെല്ലാം. അവിടെയെല്ലാം ഏലിയാവിന് പ്രവാചക ശിഷ്യന്മാരുണ്ട്. ഞാൻ പഠിച്ചത് ബൈബിൾ കോളേജിലല്ല, ഞാൻ പഠിച്ചത് ബൈബിൾ സ്കൂളിലാണ്. വർഷം 1995. ഞാൻ പഠിച്ചത് PM ഫിലിപ്പ് എന്ന് പറയുന്ന അധികായനായ ഒരു ദൈവമനുഷ്യന്റെ ബൈബിൾ കോളേജിലാണ്. എന്റെ ഓർമ്മയിൽ ഞങ്ങൾ 22 പിള്ളേര്, ഗ്രാജുവേറ്റ് ചെയ്തത് 11 പേര്. 2 വർഷം അപ്പച്ചന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര ഗൗരവമുള്ള പഠിപ്പിക്കലും അതിനേക്കാളേറെ വലിയ ചിട്ടകളുമാണ്. ഞാനാണ് ആ ബൈബിൾ കോളേജിലെ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്. എന്നെ മുറിക്കകത്ത് വിളിച്ചേച്ച് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഇവിടെ ആരെന്നാ കുരുത്തക്കേട് കാണിച്ചാലും നീ എന്നോട് പറയണം, ഞാൻ നിന്നെ ഇവിടെ ലീഡറാക്കി വെച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഞാൻ നിന്നെ ലീഡറാക്കിയ കാര്യം ഞാനും നീയും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് 22 പേരോടും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബൈബിൾ കോളേജ്, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. പക്ഷെ നിങ്ങൾ ഇവിടെ കേൾക്ക്, എലീശ ബൈബിൾ കോളേജിന്റെ പ്രോഡക്റ്റ് അല്ല. എലീശ വയലിൽ നിന്ന് കയറി വരികയാണ്. ഞാൻ ഏലിയാവിനോട് ചോദിക്കുന്നു, ഞാൻ ഈ നാട്ടുഭാഷ ഉപയോഗിക്കുമ്പോ കുറച്ചും കൂടി ദൂതൊന്ന് സ്ക്രീൻ ചെയ്യപ്പെടാനാണ്. ഏലിയാവേ, അങ്ങേക്ക് ബൈബിൾ കോളേജ് ഉണ്ടല്ലോ. രാവിലെ കഞ്ഞിയും രാവിലെ പയറും കൊടുക്കുന്ന, ഉച്ചയ്ക്ക് ചോറും സാമ്പാറും കൊടുക്കുന്ന, വൈകിട്ട് കഞ്ഞിയും കടുകുമാങ്ങയും കൊടുക്കുന്ന ധാരാളം ബൈബിൾ കോളേജുകൾ ഏലിയാവിനുണ്ട്. പക്ഷേ ഒരു കാര്യം കേട്ടോണോ, പുതപ്പ് കൈമാറാൻ പറ്റിയ ഒരുത്തൻ അക്കൂടെയില്ല. ഹല്ലേലൂയ. ആ ദൂതിനകത്തെ ഗൗരവം മനസ്സിലായോ? കഞ്ഞി കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ട്, വെള്ളമോട് പിടിക്കാൻ പറ്റിയ ആളുകളുണ്ട്, മീശ പഠിക്കാനും ബൈബിൾ പഠിക്കാനും പറ്റിയ ആളുകൾ ഏലിയാവിന്റെ കൂടെയുണ്ട്. എന്നാൽ ഏലിയാവിന്റെ കയ്യിലിരിക്കുന്ന ആത്മനിയോഗത്തിന്റെ പുതപ്പ് കൈമാറാൻ യോഗ്യതയുള്ള ഒരെണ്ണം ആ കൂട്ടത്തിലില്ല. അത് കിടന്നത് വയലിലാ. അപ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല ദൈവത്തിന്റെ വിളി നടക്കുന്നത്. അങ്ങനെ ഏലീശ
രംഗപ്രവേശനം ചെയ്യുന്നു. ഒരു കാര്യം മാത്രം, എലീശയുടെ ഒരു പ്രവചനം, ഞാൻ ആ പ്രവാചകൻ എന്ന ടോപ്പിക്കിലേക്ക് കയറി വരാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രവചനം, സ്ഥലം ശമരിയ, ആമേ, കാളയെ സേവിക്കുന്ന ഒരു വലിയ പട്ടണം, അന്ധകാര നിബിഡമായ, ആമേ, പൈശാചിക കേന്ദ്രമായ, ദുരാത്മ നിബിഡമായ ഒരു പട്ടണത്തെ ശാപം വിഴുങ്ങി, ആ പട്ടണത്തെ ക്ഷാമം വിഴുങ്ങി നിൽക്കുമ്പോൾ, ആമേ, സ്വന്തം കുഞ്ഞിനെ രണ്ട് അമ്മമാർ ചേർന്ന് പുഴുങ്ങി തിന്നുന്ന സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എലീശ ആ ശമരിയ നോക്കി ഒരു ദൂത് പറഞ്ഞു, അല്ലയോ ശമരിയയെ, നാളെ ഈ നേരത്ത് ആമേ നിന്റെ പടിവാതിക്കൽ ഗോതമ്പും യവവും വിൽക്കാൻ പോകുകയാണ്. എത്ര പേര് കർത്താവിന്റെ രാമേൻ പറയുന്നുണ്ട്? ആ ദൂതിന്റെ പ്രത്യേകത, നാളെ ക്ഷാമം അവിടെ ഉണ്ടാകില്ല. നാളെ ഈ നേരത്ത് ആ വിഷയത്തിന് മറുപടി നടക്കാൻ പോകുകയാ. എലീശയുടെ പ്രവചനത്തിലെ രണ്ട് കാര്യം, ഒന്ന് ഗോതമ്പ്, ഒന്ന് യവം. ഇനി ആ ചരിത്രം വായിക്ക്, അവിടെ എഴുതിയിരിക്കുന്നത് ശമരിയിൽ അന്നുള്ളത് കഴുതത്തലയും പ്രാകാഷ്ഠവുമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്ന് കഴുതത്തല, രണ്ട് പ്രാകാഷ്ഠം. എല്ലാ കാലഘട്ടങ്ങളിലും ആമെ ന്യായപ്രമാണത്തിന്റെ കഴുത്തൊടിപ്പൻ പ്രമാണത്തിൽ ആമെ കഴുത ശാപജീവിയ. ഞാൻ ആ പ്രവചനം ഒറ്റ വാക്കിൽ പറയാം, അല്ലയോ ശമരിയയെ, നിന്റെ മേശപ്പുറത്തിരിക്കുന്ന ആ ശാപത്തിന്റെ കഴുത തലയെ തള്ളിമറിക്കാൻ ഒരു ഗോതമ്പ് നാളെ അങ്ങോട്ട് വരാൻ പോകുകയാണ്. ആമെ, ഇന്ന് രാത്രിയിൽ ആ ഗോതമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണെങ്കിൽ, ദൈവക്രോധത്തിൽ പൊടിഞ്ഞ് ജീവന്റെ അപ്പമായ ആ ഗോതമ്പ് നമ്മുടെ കർത്താവാണെങ്കിൽ, ഇന്ന് രാത്രി എഴുതി വെച്ചോ, ഏതൊക്കെയോ കുടുംബങ്ങളിൽ വാഴുന്ന ശാപത്തിന്റെ കഴുതത്തലകൾ ഇന്ന് രാത്രി മറിച്ചിടാൻ അവന്റെ കരം ഇറങ്ങുകയാണ്. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാണ് ഒരു പ്രവാചകന്റെ റേഞ്ച്. ഹഗ്ഗായിലേക്ക് വരുന്നു. കാലം BC 586. ഹഗ്ഗായി എഴുന്നേറ്റ കാലം ഏതാണ്ട് BC 520. ഇസ്രായേൽ ജനത്തിന്റെ അന്തരീക്ഷം. നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കണേ, പ്ലീസ്, എല്ലാവരും എന്നെ കേൾക്കണേ. ഇപ്പൊ ആരും ബൈബിൾ വായിച്ച് തീർക്കരുത്. നിങ്ങളുടെ ബൈബിളാൽ ഇല്ലേ ഒരെണ്ണം അവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും, എന്നിട്ട് വീട്ടിൽ പോയിരുന്ന് വായിക്കും. ഇപ്പൊ എന്നെ ഒന്ന് കേക്ക്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയി 3 പ്രാവശ്യം കട്ടിലേന്ന് ഉറങ്ങി താഴെ പോയാലും ഞാൻ വീട്ടിൽ ചെല്ലുകയില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരിക്കുക, പ്ലീസ്. ഹല്ലേലൂയ. ഹഗ്ഗായിയുടെ കാലഘട്ടം ഏതാണ്ട് BC 520. ആമേൻ. ഈ ദൈവമനുഷ്യനെ നിൽക്കുന്നു. ഇതുപോലെ വല്ലാതെ അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടം പറയാം. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം. ഏതാണ്ട് 70 വർഷങ്ങൾ, എ ലോങ് ടൈം, 70 years, ഇസ്രായേൽ മക്കൾ ആരാധനയില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല, കയ്യടിയില്ല. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടാൻ പറ്റുന്നില്ല. ആരാധനയുടെ ഉപകരണങ്ങൾ അലരി വൃക്ഷത്തിന് മേൽ തൂക്കിയിട്ട് യഹോവയുടെ ഗീതം പാടാൻ കഴിയാതെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തുരുമ്പടിച്ചു പോയ, ക്ലാവ് പിടിച്ചു പോയ, ആത്മീക അന്ധത പിടിച്ച, അഭിഷേകത്തിന് തുരുമ്പ് കയറിയ ഒരു വല്ലാത്ത കാലഘട്ടം. ആമേൻ. യഹൂദന്റെ പ്രത്യേകത എന്നാ? യഹൂദന് ശ്വാസത്തെക്കാൾ വലുത് ആരാധനയാ. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ട്? അതിന് ഞാൻ തെളിവ് പറയാം. ആമേൻ. യഹൂദന് ദൈവം മന്ന ഇട്ട് കൊടുത്തു. തിങ്കളാഴ്ച മന്ന, ചൊവ്വാഴ്ച മന്ന, ബുധനാഴ്ച മന്ന. മന്ന ഇട്ടപ്പോഴേ തമ്പുരാൻ പറഞ്ഞു, ആമേ, ഈ മന്ന ഒരു ദിവസത്തേക്ക് നിൽക്കത്തുള്ളൂ, 24 hours. തിങ്കളാഴ്ച ഇട്ട് മന്ന ചൊവ്വാഴ്ച തിന്നാമെന്ന് ആരും വിചാരിക്കണ്ട. ചൊവ്വാഴ്ചത്തെ മന്ന ആമേ ബുധനാഴ്ച തിന്നാമെന്ന് ആരും വിചാരിക്കണ്ട. എന്നാൽ വെള്ളിയാഴ്ച ദൈവം മന്ന ഇട്ടേച്ച് പറഞ്ഞു, ഇന്ന് നിങ്ങൾ 2 ഇടങ്ങഴി പെറുക്കിക്കോ. അന്നത്തെ മന്നയ്ക്ക് 48 മണിക്കൂർ റേഞ്ച് കൊടുത്തു. കേട്ടില്ല? തിങ്കളാഴ്ചത്തെ മന്ന 24 മണിക്കൂർ കഴിയുമ്പോൾ കൃമി കയറും. എന്നാൽ വെള്ളിയാഴ്ചത്തെ മന്ന 48 മണിക്കൂർ കഴിയാതെ അഴുക്കാകുകയില്ല. എന്തിനാ തമ്പുരാൻ അങ്ങനെ ഇട്ടുകൊടുത്തെന്നറിയാമോ? ശനിയാഴ്ച ഇവന്റെ ആരാധന ദിവസമാണ്. മന്ന പെറുക്കാൻ പോയി ആരാധനയ്ക്ക് വൈകാൻ ഇവർക്ക് അനുവാദം ഇല്ലാത്തത് കൊണ്ട് എന്റെ ദൈവം അങ്ങനെ ചെയ്യുകയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യഹൂദന് അവന്റെ ഉച്ഛ്വാസം
ശ്വാസവായുവിനേക്കാൾ വലുത് അവന്റെ ആരാധനയാണ്, അവന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ ആളുകളൊക്കെ യോഗം മുടക്കുന്ന ഒട്ടും അന്തസ്സില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? വകയിലൊരു അമ്മാച്ചന്റെ, അളിയന്റെ, ചേട്ടന്റെ, അനിയന്റെ, അനന്തരവന്റെ കൊച്ചുമോന്റെ കല്യാണം, അതുകൊണ്ട് ഈ ഞായറാഴ്ച ഞാൻ വരത്തില്ല. വേറെ ചില ആളുകളുണ്ട്, സഭായോഗത്തിന്റെ സ്തോത്രാഴ്ചയുടെ സമയത്ത് സ്തോത്രകാഴ്ച ഇട്ടേച്ചിറങ്ങിപ്പോകും. എന്നിട്ട് പാസ് കൊണ്ടൊരു നോട്ടമുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയോ? തനിക്കുള്ളത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇനി എന്നെ പുറകോട്ട് പിടിക്കരുത്. എന്തോരം കല്യാണങ്ങൾ, എന്തോരം ഓട്ടങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ യഹൂദന്റെ പ്രത്യേകത, അവന്റെ പ്രാണനേക്കാൾ വലുത് അവന്റെ ആരാധനയാണ്. പക്ഷേ 70 വർഷം ഇവർക്ക് ആരാധനയില്ല, 70 വർഷം ഇവർക്ക് പ്രാർത്ഥനയില്ല. അങ്ങനെ ഏതാണ്ട് സൈറസിന്റെ കാലഘട്ടം വന്നപ്പോൾ ഈ ജനം സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വന്നു, ഈ ജനം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ഈ ജാതികളുടെ മനോഹര വസ്തുവിലേക്കുള്ള പോക്കായി പോകുന്നത്. ഹല്ലേലൂയ. ഈ ദൂതിനകത്ത് നിങ്ങളുടെ ഇളയ കൊച്ചിന്റെ വീസായും കാണുകയില്ല, മൂത്ത കൊച്ചിന്റെ ജോലിയും കാണുകയില്ല, ഡോളറിന്റെ വർധനവും കാണുകയില്ല. ആമേ, മനോഹര വസ്തുവിലേക്കുള്ള യാത്രയാ. ആമേ, അതുകൊണ്ട് പ്ലീസ് എന്നോട് കൂടെ വന്നാട്ടെ. ആമേ, 70 വർഷം ആരാധനയില്ലാത്ത നാട്ടിൽ നിന്ന് ഈ ജനം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നു. ആ സ്വന്തം ദേശത്തേക്ക് ഇവർ മടങ്ങി വന്നപ്പോൾ ഇവരെ ദൈവകൃപയിൽ ഉണർത്താനുള്ള നിയോഗം വീണത് ഹഗ്ഗായിയുടെ തലയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരാധനയില്ലാത്ത ഒരു സഭയിൽ ശുശ്രൂഷകനായി അവരോധിക്കുന്നതിനേക്കാൾ പൊട്ടക്കണത്തി ചാടുന്നതല്ലേ നല്ലത്? ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തെ ആരാധിക്കാത്ത, പാടാത്ത, ഞാൻ ഈ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്ന് പകല് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ആരാധിക്കുന്ന ദൈവമക്കൾ, ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 4 പുത്തനും 5 കാശും 2 വണ്ടിയും കണ്ടു കഴിയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ മറക്കുന്ന നാണമില്ലാത്ത ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ നടുവിൽ നിങ്ങൾ ശ്രേഷ്ഠരാണ്. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന നല്ല മനസ്സിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പണമല്ല വലുത്, ആരാധനയാണ് വലുത്. ഇനി ഇവിടെ എത്ര വലിയ കോടീശ്വരനുണ്ടെങ്കിലും ഒരു പനി വരാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. അത് ഓർത്ത് വേണം അഹങ്കരിക്കാൻ. ചേർന്നൊരു നല്ല ആമയം പറഞ്ഞാട്ടെ. ഹഗ്ഗായി എഴുന്നേറ്റു. എന്താ ഹഗ്ഗായിയുടെ ഉദ്യോഗം? 70 വർഷം നിങ്ങൾ തന്നെ എന്താ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ സോപ്പിട്ടാൽ ചത്തുപോകുന്ന ഒരു വൈറസ് ഇറങ്ങി കുറെ നാളുകൾക്ക് മുമ്പ്. 265 രാജ്യങ്ങൾ നിന്ന് വരണ്ടു. അങ്ങ് വൈറ്റ് ഹൗസ് മുതൽ വഴിവെക്ക് വരെ ജനം മരണത്തെ പേടിക്കുകയാണ്. എത്രയോ പേർക്ക് അന്ത്യചുംബനം പോലും കൊടുക്കാൻ വകയില്ലാതെ, ഒരു പാട്ടും പ്രാർത്ഥനയില്ലാതെ വാരി കൊണ്ട് വെട്ടിമൂടി നമ്മുടെ നാട്. എത്രയോ പേര് മണ്ണിനടിയിൽ ആയിപ്പോയി. എത്രയോ കുടുംബങ്ങൾ അനാഥമായി. അത് കഴിഞ്ഞിട്ട് തുറന്ന സഭകൾ, ഇന്നും അതിന് ഞരക്കം മാറാത്ത സഭകളുണ്ട്. ഹല്ലേലൂയ. ഇന്നും ആ ഗതികേടിനകത്തുനിന്ന് റിക്കവർ ചെയ്യാത്ത ചർച്ചകളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പ്രത്യേകത, ജനത്തിന് ചർച്ച വരാൻ ആവശ്യമില്ല, ആരാധനയ്ക്ക് വരാൻ ഇഷ്ടമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ഒരു വാക്ക് ഞാൻ കേട്ടി പറയാം. ഫോൺ എടുത്ത് കൈ പിടിച്ചാൽ 1000 ആരാധനകളുടെ ലൈവ് കാണും. 1000 ആരാധനയുടെ ലൈവ് ഏതെങ്കിലും എടുത്താൽ ലൈവ് കണ്ടാലുള്ള ഗുണം എന്നറിയാമോ? ഉടുപ്പ് മാറണ്ട, ഷർട്ട് മാറണ്ട, പല്ല് ബ്രഷ് ചെയ്യണ്ട, കുളിക്കണ്ട, സ്തോത്രകാഴ്ച ഇടണ്ട. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അങ്ങനെ ജനം വീടുകളിൽ പൂട്ടപ്പെട്ട ഒരു വല്ലാത്ത കാലഘട്ടം. എത്ര ദൈവദാസന്മാർ സ്ട്രഗിൾ ചെയ്തു. എത്ര ഇതുപോലെ 70 വർഷം കേൾക്കുന്നുണ്ടോ? 70 വർഷം, ലോങ് ടൈം, 70 years. 70 വർഷം ആരാധനയില്ലാത്ത ഒരു ജനം ഇസ്രായേലിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഹഗ്ഗായി എഴുന്നേറ്റു പ്രവചിക്കാൻ. ഹഗ്ഗായി പ്രവചിക്കാൻ എഴുന്നേറ്റപ്പോൾ ഈ ജനത്തിന്റെ അവസ്ഥ വളരെ അപകടം പിടിച്ചത്. എനിക്ക് ആ വാക്യം ഒന്ന് വായിച്ചു തരാൻ പറ്റുമോ? ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം. എനിക്ക് ഈ ദൂതിലൂടെ മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ. ആമേൻ. അതിന്റെ 1-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ് ജനത്തിന്റെ അവസ്ഥ. വേഗം പറഞ്ഞു മുൻപോട്ട് പോകാം. ഹഗ്ഗായി പ്രവാചകൻ ചാപ്റ്റർ 1 വേഴ്സ് 2 വായിച്ചോളൂ. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചക മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണേ.
70 വർഷം പ്രവാസത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന ഈ ജനം ഇപ്പൊ പറയുകയാ, ആലയം പണിയണ്ട, ചർച്ചിൽ പോകണ്ട, കൈയടിക്കണ്ട, ആരാധിക്കണ്ട, ദൈവത്തെ സ്തുതിക്കണ്ട എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം ഡിസ്കണക്ട് ആയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യഹോവയുടെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ജനം പറയുന്നു. താഴോട്ട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ശ്രദ്ധിക്കുക മക്കളെ, എല്ലാരും കേൾക്കണേ. പ്രവാചകൻ ചോദിക്കുകയോ, യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ തട്ടിട്ട വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറയാം, ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം 2 നില വീട് പണിയുകയാണ്. അതിന് തട്ടിട്ട വീടെന്ന് പ്രവാചക ഭാഷയാണ്. എന്റെ ഏറ്റവും വലിയ സ്വപ്നം, ഒന്നും മിണ്ടപ്പ, 2 നില വീട്, സെമി വെട്ടിഫൈഡ്, കടപ്പാക്കല്ല്, ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി തിന്നിന്ന് തിന്നി അടുക്കളയിൽ പോയ വീടാവുള്ളൂ. ഹിപ്പിന്റെ ബോർഡും പൊട്ടിച്ച് ഇങ്ങനെ കടക്കണം കാട്ടില്ലേ. എന്നതാ ഇവരുടെ സ്വപ്നം, 2 നില വീട്. എന്നതാ ഇവരുടെ സ്വപ്നം, വില കൂടിയ വാഹനം. എന്നതാ ഇവരുടെ സ്വപ്നം, കുറെ വിളനിലങ്ങൾ. എന്നാ ഇവരുടെ സ്വപ്നം, വേൾഡ് ബാങ്കിൽ, സ്വിസ് ബാങ്കിൽ, കാനറ, കാത്തലിക്, IDBI, ICIC ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ്. എന്താ ഇവരുടെ സ്വപ്നം, ആലയം പണിയാറായിട്ടില്ല. എന്താ ഇവരുടെ പ്രശ്നം, ആരാധന വേണ്ട, പാട്ട് വേണ്ട, പ്രാർത്ഥന വേണ്ട, വേണ്ട വേണ്ട വേണ്ട. താഴോട്ട് പെട്ടെന്ന് സമയം. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നു. ഒരു 4-5 കൂട്ടംകാരെ എണ്ണി പറയാം. നിങ്ങള് നന്നായി വചനം കേൾക്കുന്ന ദൈവമക്കളാന്ന് പാസ്റ്ററിനോട് പറഞ്ഞു. ശരിയല്ലേ? ആണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ചെല്ലങ്ങോട്ട് വന്നേച്ച് പറയും, യേശുവിനെ പ്രസംഗിക്കേണ്ട പുള്ളി പറഞ്ഞതെല്ലാം പഴയ നിയമമാണ്. എന്റെ പൊന്ന് സഹോദര, യേശു വാതുറന്നപ്പോ പറഞ്ഞത് മുഴുവൻ പഴയ നിയമമാണ്. യേശു പഴയ നിയമം പറഞ്ഞു വെച്ച് അവിടെ കിടന്ന കുഞ്ഞാട് ആരെന്ന് യേശു തെളിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ ദൂത് പറയുന്നതിന് മുമ്പ് എന്റെ മേളിൽ കൂടെ കയറി ഓവർലാപ്പ് ഇടാതെ നിങ്ങൾ ആ ദൂതൊന്ന് കേട്ട് മുൻപോട്ട് പോവാ. സമ്പന്നന്മാരെ വെറുതെ അയക്കും, ദരിദ്രന്മാരെ ദൈവം. നിങ്ങൾക്കുള്ള എന്തോ ഒരു ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. എനിക്ക് നന്നായി അറിയാം, ഇന്ന് രാത്രി ഉയർത്തപ്പെടേണ്ട ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ കരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവർക്ക് ആലയം വേണ്ട, പ്രാർത്ഥന വേണ്ട. ആർക്ക്? ഇസ്രായേലിന്. അങ്ങനെ ഇരിക്കെ ഹഗ്ഗായി പ്രവാചകൻ പറയുന്നു, അവർക്ക് ഇവരുടെ വിഷയം കേൾക്കണേ, ആലയം പണിയുകയല്ല, അവർക്കിപ്പം വലുത് തട്ടിട്ട് വീട് പണിയുക. എന്നിട്ട് അവര് പറയുന്നു, യഹോവയുടെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല. ദൈവദാസൻ ചോദിക്കുന്നു, ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾക്ക് എങ്ങനെ തട്ടിട്ട വീടുകൾ പാർക്കാൻ കഴിയും? ഇനി പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. എണ്ണിക്കോണേ. 1, കഴിച്ചാൽ വയറ് നിറയില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. കുടിച്ചാൽ ദാഹം തീരുകയില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. ഉടുത്താൽ കുളിര് മാറുകയില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. അധ്വാനിക്കുന്ന നന്മ ഓട്ടസഞ്ചിക്കകത്ത് വീഴുന്നു. 11ാമത്തെ വാക്യം. 11. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആ വാക്യം വായിച്ചത് വറുതി. ഞാൻ ആദ്യം തൊട്ട് പറയാം. 1, വിതച്ചാൽ കൊയ്യില്ല. 2, കുടിച്ചാൽ ദാഹം തീരില്ല. 3, കഴിച്ചാൽ വിശപ്പ് മാറില്ല. അടുത്തത്, ഉടുത്താൽ കുളിര് മാറില്ല.
അടുത്തത് ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിക്കാര് പണമിടുന്നു. അടുത്തത് വറുതി എന്ന് പറഞ്ഞാൽ ഹഗ്ഗായി പറഞ്ഞത്, ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയില്ലെങ്കിൽ നിനക്ക് ഒരു തരത്തിൽ ഉയരാൻ പറ്റുകയില്ല. ആ കരമത് ഉയർത്തി പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം നീ വിതച്ചത് കൊയ്യണോ, നിന്റെ ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. എന്തൊരു ഗതികേടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓട്ടയുള്ള സഞ്ചിക്കകത്ത് പറ, കൂലിക്കാരൻ കൂലിയിടുന്നു. എവിടെയെങ്കിലും പോയി 50 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു. എന്നിട്ട് ഏതോ ബാങ്കിൽ കൊണ്ട് കാശിടുന്നു. എന്നിട്ട് ആ ബാങ്കിനെ നോക്കിയിട്ട് പറയുന്നു, എന്റെ 50 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് അതിന്റെ പലിശ വാങ്ങിച്ച് ജീവിക്കും. പറഞ്ഞേച്ച് വീട്ടിൽ ചെന്നപ്പോ ഒന്ന് തുമ്മി, മൂക്കിക്കൂടെ ശകലം ചോര വന്നു. നേരെ ആശുപത്രി പോയി. ആമേ 3-4 ടെസ്റ്റ്, 4-5 ടെസ്റ്റ്, ഒരു 5-6 ടെസ്റ്റ് ഏതാണ്ടൊന്ന് കണ്ടു. പിന്നൊരു ബയോപ്സി, അതിന്റെ റിപ്പോർട്ടും റിസൾട്ടും, ആമേ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്. ഇതെല്ലാം കഴിഞ്ഞപ്പോ ആ ബാങ്കിൽ കിടക്കുന്ന 50 ലക്ഷം രൂപ കാണാനില്ല. പറഞ്ഞ മനസ്സിലായോ? ദൈവത്തെ മറന്നാൽ നീ നേടുന്നതെല്ലാം ഓട്ടസഞ്ചിക്കകത്ത് വീഴും. നിങ്ങൾ നോർക്ക്, ഇവിടുന്ന് യൂറോപ്പിലേക്ക് ആളുകൾ കയറിപ്പോയി. ആമേ കാനഡ പോയി, അയർലൻഡ് പോയി, UK പോയി, പിന്നെ ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കയറിപ്പോയി. പൗണ്ടിന് നല്ല ഡിമാൻഡ്. ആമേ ഞായറാഴ്ച ജോലി എടുത്താൽ ഇരട്ടി സാലറി. നമ്മുടെ ആളുകൾക്ക് ചർച്ചിൽ പോകണ്ട. കാര്യം എന്നറിയാമോ? ഞായറാഴ്ച ഇരട്ടി സാലറിയാ. പാസ്റ്റർ വിളിച്ചു ചോദിച്ചു, വൈ, എന്താ നിങ്ങൾ യോഗത്തിന് വരാത്ത? പാസ്റ്ററോട് തിരിച്ചു ചോദിച്ചു, ഞാൻ ഈ കടം മേടിച്ചോണ്ടാ വന്നത്, ഇത് വീട്ടിട്ടേ യോഗത്തിന് വരുന്നുള്ളെന്ന്. നാട്ടിൽ നിന്ന് കുറെ കടം മേടിച്ചിട്ടാ വന്നത്. ചർച്ചിൽ വന്ന് തമ്പാറും തല്ലിക്കൊണ്ടിരുന്നാ പോരാ, എനിക്ക് കടം വീട്ടണം, എനിക്ക് 100 സ്വപ്നങ്ങളുണ്ട്. എന്നാ സ്വപ്നത്തിന് വേണ്ടി കാശുണ്ടാക്കാൻ പോയത്? ദൈവത്തെ ആരാധിക്കേണ്ട ഡേറ്റിൽ. അന്നേ തമ്പുരാൻ തീരുമാനിച്ചു, എന്റെ സമയം എനിക്ക് തരാതെ അവൻ കാശുണ്ടാക്കാൻ പോയാൽ അവൻ അറിയാതെ ഞാൻ അവനെ ടെർമിനേറ്റ് ചെയ്യും. നിങ്ങൾ കേട്ടില്ല? എന്നെ ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടിവിപ്പോൾ ആ കരവന്ന് ഉയർത്തി പിടിച്ചു പറ, എന്റെ ദൈവം തരാത്ത ഒരു നന്മയും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എന്റെ ദൈവം തരാത്ത ഉയർച്ച എനിക്ക് വേണ്ട. എന്റെ ദൈവം തരാത്ത കറൻസി എനിക്ക് വേണ്ട. ദേ വഴികൾ അടഞ്ഞു. എത്ര പേരുടെ ജോലി പോയി? മിഡിൽ ഈസ്റ്റിൽ 100 ഫോൺ കോൾ വന്നാൽ 90 ഫോൺ കോളും ഒറ്റ കാര്യമാ, പാസ്റ്ററെ കമ്പനി നഷ്ടത്തിൽ, ജോലി പോയി, ടെർമിനേഷൻ കിട്ടി, ടിക്കറ്റ് വന്നിട്ടുണ്ട്, 4 ആഴ്ച നാട്ടിൽ വരും. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. ആമേ. മറ്റൊരുത്തൻ വിളിക്കുന്നു, ഹേ ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി സ്വപ്നം കണ്ടാ കയറി വന്നത്, കല്യാണം ഉറപ്പിച്ചു, ജോലി ഉണ്ടെന്ന് പറഞ്ഞ പെണ്ണും വീട്ടുകാര് സമ്മതിച്ചത്, ജോലി പോയി. അവരോട് എങ്ങനെ പറയും? അവരെ ഇത് അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? കണ്ടോ, ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിക്കാരൻ കൂലിയിടുന്ന പോലെ. ഇന്ന് രാത്രി എന്റെ ദൈവമക്കളുടെ കാല് പിടിച്ച് ഞാൻ പറയട്ടെ, ആ അഭിഷേകം തരുന്ന നന്മയല്ലാതെ ഒന്നും നിന്റെ കയ്യിലില്ല. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയില്ല. 400 രൂപയുടെ സൈക്കിളിൽ ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പ് ചെതലരിച്ച 4 ഓലയുടെ കീഴിൽ നിന്ന് 3 നേരം ആഹാരം കഴിക്കാനില്ലാത്ത ഒരു വീടിന്റെ അകത്തുനിന്ന് യേശുവിനെ തേടി എന്റെ അപ്പൻ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ 40 വർഷത്തെ വിശ്വാസ യാത്ര പുസ്തകം ഉയർത്തിക്കൊണ്ട് പറയാ, ആമേ, ദൈവം തന്നതല്ലാതെ അവകാശപ്പെടാൻ ഈ മണ്ണിൽ ഒന്നുമില്ല. ആ അനുഭവമുള്ളവരെ കൈവന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാം അപ്പ തന്നതാ. ഞങ്ങൾ 3 മക്കളുണ്ട്. എനിക്ക് 2 അനുജത്തിമാരുണ്ട്. ഒരാൾ പോലും ജോലിക്ക് പോകണമെന്ന് ഞങ്ങളുടെ അപ്പൻ ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ. ഒരാൾ പോലും ഒരു സാലറിക്ക് വേണ്ടി ഒരു ജോലിക്ക് പോകണമെന്ന് ഞങ്ങളുടെ അപ്പൻ ആഗ്രഹിച്ചില്ല. അപ്പനും അമ്മയും അന്നും ഇന്നും പറയും. ഞാന് ദൈവവചനം പഠിച്ച് ആദ്യമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നത് എറണാകുളത്താണ്, വൈപ്പിൻകരയിലാണ് ആദ്യമായിട്ട് പോകുന്നത്. വീട്ടിൽ തിറങ്ങുമ്പോ
ഞങ്ങളുടെ അമ്മ പറഞ്ഞു വിട്ട വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എടാ, നീ പോകുന്നത്, നിങ്ങൾ ഈ കണ്ണടച്ചിരിക്കുന്നവരും കൂടെ ഒന്ന് കണ്ണു തുറക്കാവോ? ഞാൻ രാവിലെയും പറഞ്ഞു കണ്ണിന്റെ പോള തുളയ്ക്കാനുള്ള ദൂതന്റെ കയ്യിലില്ലെന്ന്. ഹല്ലേലൂയ. ഞങ്ങളുടെ അമ്മ എന്റെ തലയെ കൈവച്ച് പറഞ്ഞു വിട്ടതാ, എടാ നീ വിചാരിക്കുന്ന പോലെ അല്ല സുവിശേഷ വേല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. യേശുവിനെ വേണ്ടെന്നെങ്ങാനും പറഞ്ഞ് തിരിച്ചു വന്നാൽ ഈ പെരയ്ക്കകത്ത് നിനക്ക് പ്രവേശനമില്ല. അതല്ല, യേശുവിന് വേണ്ടി നിന്നിട്ട് ആരെങ്കിലും വഴിയിലിട്ട് നിന്നെ തല്ലിക്കൊന്നാൽ നിന്റെ ചെതലരിച്ച ഉറുമ്പരിച്ച ശരീരം ഞങ്ങൾ ആർഭാടമായിട്ട് എടുക്കും. അതിന്റെ കാര്യം എന്നറിയോ? യേശുവിനെ ഉപേക്ഷിച്ചിട്ട് ആരോഗ്യമുള്ള മകനേക്കാൾ യേശുവിനെ സ്വീകരിച്ചിട്ട് മരിച്ച മകനോടാണ് ഞങ്ങൾക്ക് താല്പര്യം. അതിന്റെ പേരാണ് സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി എന്ത് കണ്ടു, എന്തുണ്ടായിരുന്നു? അവകാശപ്പെടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അന്നും ഇന്നും പ്രാർത്ഥിക്കുമ്പോ കർത്താപ്പയുടെ അപ്പായെ നീ തന്നതല്ലാതെ. എന്താ ഇവരുടെ പ്രശ്നം? ആരാധന വേണ്ട, കേൾക്കുന്നുണ്ടോ? പാട്ട് വേണ്ട, പ്രാർത്ഥന വേണ്ട. ഇപ്പോഴത്തെ പ്രത്യേകത ഇടുന്നതല്ല, ഓട്ടയുള്ള, സഹായിക്ക, ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിക്കാരൻ കൂലിയിടുന്നത് പോലെ എങ്ങുമെത്തുന്നില്ല. അവസാനം അവൻ കഴിച്ചാൽ വിശപ്പ് മാറുന്നില്ല, കുടിച്ചാൽ ദാഹം മാറുന്നില്ല. എവിടെയോ ഒരു ഭയങ്കര അതൃപ്തി ഇവരെ ഭരിക്കാൻ തുടങ്ങി. നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു സ്വസ്ഥ, അവരുടെ മുഖത്തോട്ട് നോക്കിയാ നമ്മുടെ ഉള്ള ദൂതൂടെ നമ്മൾ ഒരു സ്വസ്ഥതയില്ല, ഒരു സന്തോഷമില്ലാത്ത. ഞാൻ വേദപുസ്തകത്തിൽ പഠിച്ചാണ്, ഒന്നാമത്തെ ആരാധന കൈയിന്റെ ഹാബേലിന്റെ ആരാധനയാണ്. ഒന്നാമത്തെ ആരാധനയുടെ റിസൾട്ട് വീസായുമല്ല, വീടുമല്ല. ഒന്നാമത്തെ ആരാധനയുടെ റിസൾട്ട് ഹാബേലിന്റെ മുഖം തെളിഞ്ഞതാണ്. ആരാധന കറക്റ്റ് ആണോ, നിന്റെ ഇത്രയും വട്ടം നീ അറിയാതെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. പിശാച് എത്ര പ്രശ്നം കൊണ്ടുവന്നാലോ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ കരമൊന്ന് ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? നല്ല ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നല്ല ശക്തിയോടെ. പരീക്ഷകൾ, വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടിലും, നാനാ പരീക്ഷകൾ, വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടിലും, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നങ്ങു പോകും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ ഒരു യോഗത്തിന് വേണ്ടി പോയപ്പോ എന്റെ കൂടെ റൂമിലുണ്ടായിരുന്നത് നമ്മുടെ മുട്ടത്തെ അപ്പച്ചനാണ്. അഴലേറും ജീവിതമരുവിൽ. അന്ന് അപ്പച്ചന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പാട്ടാണ്. ആ മുറിക്കകത്ത് ഒരുമിച്ചിരിക്കുമ്പോ എന്നോട് അന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ദേ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ? അപ്പച്ചൻ പറഞ്ഞു, എടാ ഞാൻ അങ്ങനെയല്ല എഴുതിയത്. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ, അങ്ങനെയാ പാട്ട് എഴുതിയത്. പിന്നെ എങ്ങനെയോ തിരിഞ്ഞു പറഞ്ഞ് അത് ഇങ്ങനെ ആയതാണ്. ഹല്ലേലൂയ. ഇനി 7ാമത്തെ ദിവസം പട്ടിണി കിടക്കുമ്പോ അന്ന് എഴുതിയ പാട്ടാ അഴലേറും ജീവിതമരുവിൽ. എന്നാ വരികളല്ലേ! കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മനച്ചി പിടിച്ചട. കാർമുകിൽ ഞാൻ പാടാൻ വേണ്ടിയൊന്നുമല്ല, ജീവൻ പിടിച്ചോട്ടെന്ന് ഓർത്ത് പറഞ്ഞേ ഉള്ളു. അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉന്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ
കരത്ത അഴലേറും ജീവിത മരുവിൽ നീ പാട് പാട് കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തേഷു തഴുകിടുമേ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജ കയ്യൊന്നുയർത്തിക്കൊണ്ട് അഴലേറും ജീവിത മരുവിൽ നീ എന്നാ വരിയ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ കണ്ണിൻ മണി പോലെ കാക്കും. അപ്പച്ചൻ അന്ന് പറഞ്ഞു, കുഞ്ഞെ ഇവിടം കൊണ്ട് ആ പാട്ടുപാടി എല്ലാരും നിർത്തും, പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ആ പട്ടിണി 7 ദിവസം കൊണ്ട് തീർന്നില്ല. ആ പട്ടിണി 14-ാമത്തെ ദിവസം മുന്നേറി. എന്റെ പൊന്നു പാസ്റ്റേ, പട്ടിണിയുടെ കാര്യമൊന്നും പറയാതെ ബ്രെഡിന്റെ മേളിൽ ജാം തേച്ച്, ജാമിന്റെ മേളിൽ ബ്രെഡ് തേച്ച്, അതിന്റെ മേളിൽ ജാം വെച്ച് 5 നില കെട്ടിടം പോലെ അതിന്റെ കോണിലിട്ട് ഒരു കടിയും കടിച്ച് ജെല്ല് വഴി പുറത്തോട്ടെറിയുന്ന നമ്മുടെ പിള്ളേരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലാവണം. 7-ാമത്തെ ദിവസം പട്ടിണിയായി. ആമേ ഒരു കയറുകെട്ടലിൽ കണ്ണ് പാതി കൂമ്പി അടഞ്ഞ് ആ കർത്താവിന്റെ ദാസി ഏക്കാൻ ആരോഗ്യമില്ലാതെ കിടക്കുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ ശരീരം മുഴുവൻ തളർന്നു. ആമേ വീടിന്റെ നേരെ മേളിൽ പാറയുടെ ഒരു ഓലിയുണ്ട്. ഓലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? മനസ്സിലാവോ? ആമേൻ. ഓലയുടെ തുഞ്ചല കെട്ടിക്കൊണ്ട് ഇങ്ങനെ വെള്ളം ഊർത്തിയെടുക്കുന്ന ഓലി. അയ്യോ, എല്ലാരും ഇപ്പൊ ടെക്സാസിൽ നിന്ന് വന്നതാ. എപ്പോഴാ എത്തിയേ? ഈടാ ഒരു ചെരുവം കൊണ്ട് ഓലിയിൽ വെള്ളം എടുക്കാൻ പോയി. രാവിലെ വെള്ളം എടുക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ അപ്പച്ചന് വല്ലാത്തൊരു പരവേശം. കാര്യം എന്നറിയോ? കഴിഞ്ഞ 13 ദിവസം ഈ ഓലിയിലെ വെള്ളമാ ചൂടാക്കി കൊടുത്തത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ 13 ദിവസം ഈ ഓലിയിലെ വെള്ളമാ ചൂടാക്കി കൊടുത്തത്. ആ ഓലിയുടെ ചൂട്ടിലോട്ടങ്ങ് മുട്ടുകുത്തിയേച്ച് കണ്ണുനീരോടെ ആ ഭക്തൻ, ആ ദൈവമനുഷ്യൻ തമ്പുരാനോട് ചോദിച്ച, തമ്പുരാനെ കഴിഞ്ഞ 13 ദിവസം ഈ ഓലിയിലെ വെള്ളപ്പാ കൊടുത്തത്. ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ്, 1 ടൈം, ഇന്ന് ഒരു സമയത്തേക്ക് ഈ ഓലിയിലെ വെള്ളം എനിക്കൊന്ന് തേനാക്കി തരാൻ പറ്റുമോ? എന്റെ ഭാര്യ ഒന്ന് ബലപ്പെടട്ടെ, എന്റെ മക്കളൊന്ന് ശക്തിപ്പെടട്ടെ. ആ പാറയുടെ ഓലിയുടെ ചോട്ടിലിരുന്നുകൊണ്ട് എഴുതിയതാ, പാറയിൽ നിന്ന് തേൻ പൊഴിയും, ജീവനീരിൽ നിന്ന് നീ കുടിക്കും, മരുവ് പ്രയാണം കഴിയുന്നത് വരെ അവന്റെ ചിറകിന്റെ കീഴിൽ അവൻ എന്നെ നടത്തും. എന്റെ മനമേ സ്തോത്രഗീതം പാട്. എന്നാ അനുഭവത്തിലാണ് നമ്മുടെ അപ്പന്മാർ ആരാധിച്ചത്. അവരാരും ചർച്ചിനകത്ത് വന്ന് മെഴുകു പ്രതിമ പോലെ ഇരിക്കാൻ എന്റെ കാര്യം എന്നറിയോ? അവരുടെ പുറകിൽ ഇതുപോലെ തിളയ്ക്കുന്ന അനുഭവങ്ങൾ കിടക്കുകയാ. പാറയിൽ നിന്ന് തേൻ പൊഴി വന്ന് സ്തോത്രഗീതം പാട്. അതൊക്കെ ഒന്ന് ആലോചിച്ചോണ്ട് പാടിക്കേ. നിന്റെ കൈയുടെ ഇടയ്ക്ക് ബോംബ് സ്ഫോടനം ഉണ്ടാകും. ആ കരമൊന്ന് തട്ടി ദൈവമക്കളൊന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാട്ടുകാർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ അലറുന്നത്? നാട്ടുകാർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കൈയടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ചാടുന്നത്? എന്റെ പൊന്നു നാട്ടുകാരെ, കാലെ പിടിച്ച് മാപ്പ്. അലറാതിരിക്കാൻ പറ്റത്തില്ല, ഒച്ച വെക്കാതിരിക്കാൻ പറ്റത്തില്ല. എത്ര നന്മകളാ യേശു ചെയ്തത്. അനുഭവമുള്ളവരാ കരം ഒന്ന് ഉയർത്തി പിടിച്ച് കരങ്ങളെ ചലിപ്പിച്ച് യേശുവിന് ഹല്ലേലൂയ. എത്ര 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 നന്മകൾ, എത്ര എത്ര നന്മകൾ. ഹല്ലേലൂയ. ഓട്ടയുള്ള സഞ്ചിക്കകത്ത് പൈസ വീഴുന്നു. എവിടെയായി അപകടം തുടങ്ങിയത്? പറ. ആരാധന വേണ്ടെന്ന് പറഞ്ഞിടത്ത്, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട. ഹഗ്ഗായി അവരോട് ശക്തമായിട്ട് എതിർത്തു, ചെറുത്തു. നോ, ഈ പോക്ക് റോങ് ആണ്. ഇങ്ങനെ പോയാൽ നീയൊക്കെ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നു എന്നറിയില്ല.
ഇങ്ങനെ കൊടുത്താൽ നീയൊക്കെ വില കൊടുക്കാമേ, പോയാ നീയൊക്കെ വില കൊടുക്കേണ്ടി വരും. ഈ പോക്ക് ഡേഞ്ചറാണ്, ഈ പോക്ക് ഡേഞ്ചറാണ്. ഹല്ലേലൂയ. 12 മണിക്ക് തീരേണ്ട യോഗം എങ്ങാനൊരു ആത്മനിറവ് വന്നിട്ട് 12:15 ഉപദേശിയ സ്ഥലം മാറ്റാൻ കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ, ഈ പോക്ക് അപകടമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പോയാ കൊഴയും, ഇത് പ്രശ്നമാണ്. ഇനി നിങ്ങൾ എന്നെ ആഴമായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ജനം കർത്താവിന്റെ ദാസനെ ഈ എന്താ പറയണ ആലയത്തിനകത്ത് മഹത്വം ഉണ്ടെന്ന് കാണിക്കാൻ ഇവര് തട്ടിക്കൂട്ട് പരിപാടികൾ ഒരുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ചർച്ചിൽ ദൈവസാന്നിധ്യം വരാതെ വരുമ്പോ ഓർഗന്റെ ഒളിയം കൂട്ടുന്നത് പോലെ, ആരാധന വെളിപ്പെടാതെ വരുമ്പോ തറക്കിട്ട് 2 ചവിട്ടി ചവിട്ടി ഒച്ച ഉണ്ടാക്കിയത് ആരാധനയാക്കുന്നത് പോലെ. ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ തൂതെ ശ്രദ്ധിക്കാവുള്ളൂ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ദൈവസാന്നിധ്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയവര്. ഇപ്പൊ ഈ യോഗത്തിൽ ഇങ്ങനെ ചിലര് നല്ലതായിട്ട് സ്തോത്രം പറയാത്തവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവരെ ഒരു രാത്രി കൊണ്ട് നന്നാക്കാൻ മേലാത്തോണ്ടാണ് ഞാനൊന്നും പറയാതെ. ഞാൻ ഇന്നാളെ ഒരു സഭയിൽ ചെന്ന് അലറി കൂക്കിടന്ന് പ്രസംഗിച്ചിട്ട് ആ സഭയുടെ ഒരു ഭാഗം മുഴുവൻ മുഞ്ഞ പിടിച്ചോലും ഒരു സ്തോത്രം പോലും അവിടുന്ന് വരുന്നില്ല. അപ്പൊ ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, അതന്നെ ആ സൈഡ് അങ്ങനെ? അവരെ പാസ്റ്ററിന്റെ ചെവി പറഞ്ഞു, നല്ല ആശുപത്രിക്കൊക്കെ മോർച്ചറി ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ആശുപത്രിക്കൊക്കെ അപ്പൊ ചില എല്ലാ സഭകളിലും ഇളകുന്ന സൈഡും കാണും, ഇളകാത്ത സൈഡും കാണും. ഇനി അവരെ ഇളക്കാൻ ഒരു മാർഗവും, ഒരു മാർഗവും. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്, ഇവര് പെട്ടെന്ന് ശ്രദ്ധിക്കണേ, ദൂതന്റെ ഗൗരവത്തിൽ ഞാൻ എത്തി. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതിനകത്ത് സാന്നിധ്യം വരുത്താൻ വേണ്ടി ഇവര് തത്രപ്പെടാൻ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഓളിയം കൂട്ടി, ഞാനതൊക്കെ നമ്മുടെ ഭാഷ പറയുന്നതാ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതുണ്ടാക്കി, ഇതെല്ലാം നല്ലതാ, ഓർഗൻ നല്ലതാ ആത്മാവിലാണെങ്കിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? എല്ലാം നല്ലതാ ആത്മാവിലാണെങ്കിൽ, ഒന്നും അഴുക്കല്ല, എല്ലാം നല്ലതാ. പക്ഷെ എന്തായിരിക്കണം? പറഞ്ഞു, ആത്മാവിലായിരിക്കണം. ഇവരിങ്ങനെ ആർട്ടിഫിഷ്യൽ സാന്നിധ്യം വരുത്താൻ തത്രപ്പെടുമ്പോ ആമേ അങ്ങ് വെടിയുണ്ട പോലെ അടുത്ത ദൂത് ഹഗായുടെ വായിന്ന് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, കമോൺ, നിങ്ങൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ഈ ആലയത്തിൽ ഇനി പഴയ പോലെ മഹത്വം ഇറങ്ങുകയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര തലയും കുത്തി മറിഞ്ഞാലും ഈ ആലയത്തിൽ ഇനി പഴയ മഹത്വം ഇറങ്ങുകയില്ല. നിങ്ങൾ ഒരു യാഗപീഠത്തിന് പകരം 500 യാഗപീഠം ഉണ്ടാക്കിയാലും ഇതുപോലെ ഓരോ ഞാൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്യും, ഓരോ ഓർഗന് പകരം 50 ഓർഗൻ വെച്ചാലും 25 ലക്ഷം രൂപയുടെ മൈക്ക് സിസ്റ്റം നിങ്ങൾ മേടിച്ചാലും നോ വേ ഈ ആലയത്തിൽ ഇനി പഴയ മഹത്വം ഉണ്ടാകുകയില്ല. എന്നിട്ട് ഹഗായി പറഞ്ഞു, കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞാൻ കടലിനെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ അടുത്ത കേട്ടോണം, കരയിളകും. പർവ്വതാടി ദേശം കേൾക്കുന്നുണ്ടോ? കരയിളകും, കടലിളകും. അടുത്തത് ഞാൻ ജാതികളെ ഇളക്കും എന്ന് പറഞ്ഞേച്ച് ഹഗായി പറയുകയോ, ഇനി ജാതികളുടെ മനോഹര വസ്തു വരാൻ പോകുകയാ. ആ കരമൊന്ന് ഉയർത്തി വരും, ഹല്ലേലൂയ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തൻ ഇനി വരാതെ ഇവിടെ മഹത്വം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഞാൻ എത്ര നേരം ചിരിച്ചെന്ന് എനിക്ക് പോലും അറിയാം. വളരെ ഗൗരവമായിട്ട് ഒരു ചേച്ചി വീഡിയോയ്ക്കകത്തിരുന്ന് കരയുക. എന്നാലും അവർക്ക് എന്നോട് അങ്ങനെ പറയാവോ? എന്നോട് അങ്ങനെ പറഞ്ഞ തെറ്റായി പോയില്ലേ? എന്തൊരു കുരുത്തക്കേടാ എന്നോടാ പറഞ്ഞത്. നേരം മറ്റേ ആള് ചോദിച്ചു, എന്നാ നിന്നോട് പറഞ്ഞത്? പോടി മുഖ്യമന്ത്രി ഇല്ലാത്തവളെന്ന്. കഴിഞ്ഞ 10 ദിവസം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാത്തതിലുള്ള ട്രോള് വന്നതാ. ഇസ്രായേൽ മക്കൾ ആർട്ടിഫിഷ്യൽ ദൈവസാന്നിധ്യം ശ്രദ്ധിച്ചോ കേട്ടോണേ. എനിക്ക് സഞ്ചരിക്കാൻ നാഷണൽ ഹൈവേ ഇല്ല, ഇത് ദൂതിന്റെ നൂൽപാലമാണ്. അതേ കൂടെ വേണം എനിക്ക് കയറാൻ. 1-ാമത്തെ വാക്യത്തെ ഞാൻ തൊട്ട് 2 വാക്യത്തിലും കൂടെ എനിക്ക് കയറിയാൽ
ഒരുപക്ഷെ ഈ ദൂത് എവിടെയെങ്കിലും എത്തുമെന്ന്, ആ എവിടെയെങ്കിലും ഈ ദൂത് എത്തും. നിങ്ങളുടെ ചെവിക്കകത്ത് കയറിയില്ലെങ്കിൽ ഈ ഭിത്തിയിലെങ്കിലും ഈ ദൂത് പറ്റിയിരിക്കും. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. ഇവര് സാന്നിധ്യം ഉണ്ടാക്കാൻ നോക്കി. പാസ്റ്റർമാരനെ കേൾക്കുന്നുണ്ടോ അച്ഛന്മാരെ? ഹഗ്ഗായി ഒരൊറ്റ പ്രവചനം പറഞ്ഞു, നീ എന്നോ ചെയ്താലും ഇനി ഇവിടെ മഹത്വം വരികയില്ല. നീ എത്ര തമ്പാർ തല്ലി പൊട്ടിച്ചാലും. ഈ പണ്ട് PM ഫിലിപ്പ് സാറിന്റെ അടുത്ത് വന്ന ഒരു പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഉണർവാന്ന് പറഞ്ഞു. അന്നേരം PM ഫിലിപ്പ് അപ്പച്ചനല്ലേ, അപ്പച്ചൻ ചോദിച്ചു, ആട്ടടാ കൊച്ചേ, നിങ്ങളുടെ ചർച്ചിലെ ഉണർവിന്റെ ലക്ഷണം എന്താ? അദ്ദേഹം പറഞ്ഞു, സഹോദരിമാരിരുന്നവിടുത്തെ പായൊക്കെ ആരാധിച്ച് കീറിയെന്ന് പറഞ്ഞു. ഉണർവിന്റെ ലക്ഷണം. അപ്പച്ചൻ പറഞ്ഞു, പിന്നെ എന്താടാ? തമ്പാർ തല്ലിട്ട് ഒരു തമ്പാറിന്റെ കോല് തമ്പാറിനകത്ത് കിടക്ക ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പച്ചൻ പിന്നെ എന്നാടാ? അന്നേരം പറഞ്ഞു, പൂതളക്കിട മുത്തെല്ലാം പൊട്ടിപ്പോയി, കിഞ്ചിറയുടെ കിലുക്കനും പോയി. അന്നേരം അപ്പച്ചൻ ശാന്തമായിട്ട് വെച്ചു, സ്വോത്രകാഴ്ച എത്രയാടാ? അന്നേരം പറഞ്ഞു, അത് പഴയ 63 രൂപയാന്ന് പറഞ്ഞു. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, നിന്റെ സഭയിൽ ഉണർവല്ലാതെ ബഹളമാ. ഉണർവാണ് എല്ലാ മേഖലയിലും ഉണരണമെന്ന് പറഞ്ഞു. ഉണർവാണോ? ഒരിടത്ത് പൊട്ടി നിൽക്കത്തില്ല. ഉണർവ് എല്ലാ മേഖലയിലും ഉണ്ടാകും. പ്രൈസ് ലോർഡ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഏതെങ്കിലും ഒരു മേഖലയിൽ കടന്നുകൊണ്ട് വെപ്രാളം വെക്കുന്നതാണോ ഉണർവ്? നോ. ഉണർവ് ഉണ്ടായാൽ അത് എല്ലാ മേഖലയും ഒരുപോലെ അറിയണം. ഓ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേ. ഹഗ്ഗായി ഒരൊറ്റ പ്രവചന. ഞാൻ തൂതുമായിട്ട് മുമ്പോട്ട് പോകും. നിങ്ങൾ എന്നോട് കൂടെ വന്നാലും പ്ലീസ്. ഞാൻ കരയിളക്കും, ഞാൻ കടലിനെ ഇളക്കും. അടുത്ത വാക്ക് കേട്ടോ, അതാ നമുക്ക് പിടിക്കേണ്ടത്. ഞാൻ ജാതികളെ ഇളക്കും. അന്ന് ദേവദാസന് ഒരു മുന്നറിയിപ്പ് കയറി. എന്നാ മുന്നറിയിപ്പ്? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി. ദൈവം ഞങ്ങളുടെ അപ്പച്ചന്റെയാ. ഞങ്ങൾ രൂബേൻ, ശിമെയോൻ, ലേവി, യൂദാ, ഇസ്സാഖാർ, സെബൂലൂൻ, നഫ്താലി, ഗാദ്, ആശേർ, യോസഫ്, ബെന്യാമീൻ. ഞങ്ങൾ 12 ഗോത്രം. പുറത്തുള്ള ഒരുത്തനെ എടുക്കത്തില്ല. അവനെല്ലാം അശുദ്ധൻ, അഗ്രചർമ്മി, ആകാത്തവൻ, വല്ലാത്തവൻ, കൊള്ളരുതാത്തവൻ, ഒരുത്തനെ കിട്ടിയില്ല. എല്ലാവരും get out. അടിച്ച് പുറത്താക്കിയെടുത്ത് ഹഗ്ഗായി പ്രവാചകൻ ഒരു വെടിയുണ്ട പൊട്ടിച്ചു. ആമേൻ. നിങ്ങൾ പറയുന്ന അബ്രഹാമിന്റെ യഹോവ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവം ജാതികളെ ഉണർത്താൻ പറയാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതിയുടെ പുറത്ത് ദൈവ രക്ഷ നടത്താൻ പോകയാ. രാത്രി നിങ്ങൾ സന്തോഷിക്കണം. എന്റെ കാര്യം എന്നാണെന്നറിയോ? അബ്രഹാമിന്റെയും ഇസ്രായേലിന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല നമ്മൾ. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. വേദപുസ്തകത്തിന്റെ ഭാഷ പറയട്ടെ. ഇസ്രായേൽ പൗരതയോടും ബന്ധമില്ലാതെ വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായി, പരദേശികളായി, ലോകത്തിൽ ദൈവമില്ലാത്തവരായി ജീവിച്ച എന്നെ നിന്നെ പുത്രനാക്കാൻ അവർ കാണിച്ച മനസ്സ്, അത് ഹഗ്ഗായിയുടെ പ്രവചനം. ഞാൻ ജാതിയെ ഇളക്കും. ജാതിയെ ഇളക്കും. ഞാൻ ജാതിയെ ഇളക്കും. പ്രിയപ്പെട്ടവരെ, ഹഗ്ഗായി എടുത്ത ഈ പ്രവചനം സത്യത്തിൽ കൂടിയിരുന്ന ആർക്കും മനസ്സിലായിട്ടുണ്ടാവത്തില്ല. അവർക്ക് ഈ പ്രവചനത്തെ പിടികിട്ടിയിട്ടുമില്ല. മുമ്പിലത്തെ ആലയത്തിന്റെ മഹത്വത്തെക്കാൾ വലിയ മഹത്വം ഈ ആലയം കാണും. അവിടെ നിൽക്കണം നിങ്ങൾ ഈ ദൂതുമായിട്ട്. കേൾക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഹഗ്ഗായി പ്രവചനത്തിൽ നിന്ന് രക്ഷപ്പെടാം. അത്ര എത്തിയല്ലോ. നിങ്ങൾ കുറച്ചു പേരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി പോകേണ്ടത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. ചാപ്റ്റർ 2 2-ാമത്തെ അധ്യായത്തിന്റെ 25 മുതൽ വായിക്കണം. ഞാൻ ഇച്ചിരി വാക്യം വായിപ്പിക്കുന്നത് എന്നോട് പൊറുക്കണം. ചിലരൊന്നും ആ വാക്യം എടുത്തിട്ടില്ല. ബൈബിളിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അത് യെശയ്യാ പ്രവചനം. എനിക്ക് പേപ്പറിന്റെ കനം കാണുമ്പോഴേ അറിയാം. വായിച്ചേ, മൈക്ക് ഓൺ ചെയ്ത് വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. യെരൂശലേമിൽ ശിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യെരൂശലേമിൽ, ശ്രദ്ധിക്കണം, ഹഗ്ഗായിയുടെ പ്രവചനം കണക്ട് ആവുക. യെരൂശലേമിൽ ശിമയോൻ എന്ന് പേരുള്ളൊരു. എനിക്ക് ശിമയോന്റെ ചരിത്രം പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 45 മിനിറ്റ് വേണം. അതുകൊണ്ട് ഞാൻ ശിമയോന്റെ ചരിത്രത്തെ തൊടാത്തത്. ശിമയോന്റെ ചരിത്രം തൊട്ടാൽ ആകെ പ്രശ്നമായി. ഞാൻ നിങ്ങളോട് ചുമ്മാ ഒരു തമാശയ്ക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഗമാലിയലിനെ അറിയാലോ? ഗമാലിയൽ ഓക്സ്ഫോർഡിനേക്കാൾ കേംബ്രിഡ്ജിനേക്കാൾ ഹൈലി ഫ്ലെയിം ആൻഡ് വോൾട്ടേജ്. ഗമാലിയലിന്റെ ഒരു ഗുരു ഉണ്ട്. കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ജനത്തെ ദൈവവചനം പഠിപ്പിക്കുക. ഏത്? ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം പഠിപ്പിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക്
പഴയ നിയമത്തിലൊരു ഭാഗം ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. ഭാഗം ഏതെന്നറിയോ? നീ കൈകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നെ ഒന്ന് മൂള്. കൈകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ തലയും കുത്തി നിന്നിട്ട് ഇത് പഴയ നിയമത്തിലെ യാഗവുമായിട്ട് കണക്ട് ആവുന്നില്ല. പഴയ നിയമത്തിലെ യാഗത്തിൽ കൈ തുളയ്ക്കുവല്ല, കഴുത്ത് വെട്ടുന്നു, തോലുരിക്കുന്നു, മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകുന്നു, യാഗപീഠത്തിൽ എടുത്തു കയറ്റുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇല്ല. കൈകളെ അന്ന് മുതൽ ആ മനുഷ്യൻ അലയാൻ തുടങ്ങി. എന്തിനാ അലയെന്നറിയാമോ? ഈ കൈകളെ തുളയ്ക്കാൻ വേണ്ടി വരുന്നവൻ ആരെന്ന് കണ്ടുപിടിച്ചു. ലാസ്റ്റ് ചതുരവടിവുള്ള ആണി കയ്യെ കയറിയ ഒരാളെ കണ്ടുപിടിച്ചു. ഒരാളെ. ഓ, നിങ്ങൾ എത്ര പേര് എനിക്കറിയില്ല. ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശി ദേശത്ത് ഉയരാൻ പോകയാ. ആ കരവൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ഏത് പാപിയായ മനുഷ്യന് രക്ഷപ്പെടാൻ ഒരുവനെ പരസ്യമായി നിർത്തുകയാ. യെരൂശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് 3 കാര്യം പറയുവേ, എന്നിട്ട് ദൂതിലേക്ക് വരാം. വായിച്ചു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നതിനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഇത് അണ്ടർലൈൻ ചെയ്തോണം. ഒന്ന്, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അടുത്തത്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നിനക്ക് മരണം കാണുകയില്ലെന്ന് അവന് പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ ഒന്ന്, ഈ മനുഷ്യമേൽ പരിശുദ്ധാത്മാവുണ്ട്. 2, ഈ മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആലോചനയുണ്ട്. അടുത്ത വാക്യം, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ മതി കളയരുത്, പിടിച്ചോണേ. ഇപ്പം വേണ്ട, ഞാൻ പറയാം. 3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്തുന്നുണ്ടോ? എന്റെ കൂടെ ഉണ്ടല്ലോ. ഒന്ന്, ഈ മനുഷ്യന്റെ മേൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അപ്പൊ പ്രായം അഭിഷേകത്തിന് തടസ്സമല്ല. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്നലെ ഇവിടെ ഇരുന്നൊരു ഒരു വിലപ്പെട്ട കർത്താവിന്റെ ദാസൻ ഇന്നലെ യോഗത്തിന് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ കിടന്ന് ചങ്ക് പൊട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അയ്യോ, ആ മാന്യനായ ദൈവമനുഷ്യൻ വന്നേച്ച് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ കൈക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക, എനിക്ക് കൈ ഉയർത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, കൈക്ക് ഭയങ്കര പെയിൻ ആയതുകൊണ്ട്. എന്നെക്കാളൊക്കെ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നേച്ച് ഇന്നലെ എന്നോട് പറഞ്ഞപ്പോ എന്റെ മനസ്സുകൊണ്ട് വല്ലാതെ എനിക്കങ്ങ് സന്തോഷം തോന്നി. ആമേ, ഓരോ ഓപ്പറേഷൻ പോലും ഇല്ലാത്തവനൊക്കെയായി വെറുതെ ഇരിക്കുന്നു ഓർത്തോണം. ഇനി ഇപ്പൊ കയ്യനങ്ങാത്തവരുടെ കയ്യിലോട്ട് യോഗം കഴിഞ്ഞ ഒരു 3 ചപ്പാത്തി വെച്ചു കൊടുത്തേ. എന്റെ ഈശോയെ, ദാവീദ് സിംഹത്തെ കീറുന്ന പോലെ ഇതെല്ലാം കൂടെ വലിച്ചു കീറി ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തിയെങ്കിലും ആരാധനയോട് കാണിക്കണം. ഞാൻ പറഞ്ഞ തെറ്റല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പൊറുക്കണമേ എന്നുള്ള വാദം ഞാൻ വിട്ടു. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടു ദൈവമേ, സമയം പോലെ കർത്താവേ. 2, അവന്റെ മേൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരുന്നു. 3, ആത്മനിയോഗത്താൽ. മൂന്നാമത്തെ കാര്യം, അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. 2, അരുളപ്പാടുണ്ട്. 3, അവൻ സ്റ്റെപ്പ് വെച്ചാൽ ആത്മാവ് പറയുന്നിടത്തോട്ടെ സ്റ്റെപ്പ് വെക്കുന്നു. എന്നെ വാല്യുള്ള ഒരു അപ്പച്ചനാന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ പോലെ ഇത് കണ്ടോ, ഈ റാമ്പിന് ഇത്രയും കയറ്റവാ അല്ലേ? എന്നിട്ടും നമ്മൾ ലിഫ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു പതുക്കെ പതുക്കെ, ഇല്ലേ? അങ്ങനെയാണ് യെരൂശലേം ദേവാലയം നിൽക്കുന്ന 5 കുന്നിന്റെ മേളിലാ. എവിടെയാ? 5 കുന്നിന്റെ മേളിൽ. ഈ ശിമ്യോനപ്പച്ചന്റെ മൂത്ത മോൻ അയർലൻഡിലും ഇളയ മോൻ UK-ലും ഒരു മോള് ഹൂസ്റ്റണിലും ഉണ്ട്. ഏത്? ശിമ്യോൻ ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ആരാധന ദിവസം എഴുന്നേറ്റ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എനിക്ക് ഇന്നൊന്ന് ചർച്ചിൽ പോകണം. എന്നൊരു 3 മക്കളും കൂടെ വീഡിയോ കോൾ പറഞ്ഞു, അപ്പച്ചന്റെ സത്യത്തിൽ എന്നാത്തിന്റെ പട്ടാണ്. വയസ്സാങ്കാലം ഇഷ്ടം പോലെ ഓടിയതല്ലേ, കർത്താവിന് എല്ലാം അറിയാം. എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണ പിന്നെ എനിക്ക് അവധി കിട്ടുകയില്ല, എവക്ക് അവധി വിട്ടുകയില്ല. കൊച്ചിന്റെ പരീക്ഷ നടക്കുന്നു. നേരെ UK-ലുള്ള പറഞ്ഞു, എനിക്ക് അവധിയേ ഇല്ല, വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് അപ്പച്ചൻ വീട്ടിലെ സഭായോഗം കാണാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലല്ലേ?
അപ്പച്ചൻ പോയി എവിടെയെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവർ, ഞാനൊരു സത്യം പറയാം, ഉരുണ്ട് വീഴാൻ ചർച്ചയിൽ പോകണമെന്നൊന്നുമില്ല, പെരക്കാത്തിരുന്നാലും വീഴും. പിന്നെ സ്വന്തം പെരക്കാത്ത വീണ എത്ര എണ്ണ ഒടിഞ്ഞു കിടക്കുന്നത്. ചിലപ്പോ ആ വീഴ്ച ഒഴിവാകും ചർച്ചയിൽ പോയാ. ഇവൻ എന്നെ അന്വേഷിച്ച് വന്നല്ലോ എന്നോർത്ത് തമ്പുരാൻ പറയാ ഒടിവ് അങ്ങ് വിട്ടേക്കാൻ പറയും ചിലപ്പോ. കൈ ഉയർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇന്ന് ചർച്ചയിൽ പോണം. ഇത് അത്ര ഈസി അല്ല. ഞാൻ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള റൂട്ട് ഞാൻ കുറെ പറയണം, അതുകൊണ്ട് ഐ എം സോറി. നല്ല പോലെ പൈസ കൊടുത്തിട്ട് ഈ ആളുകൾ എയർലിഫ്റ്റ് ചെയ്യുന്നത് പോലെ ചുമട്ടുകാരുണ്ട്, ചുമന്ന് കുന്നിന്റെ മേളിൽ കയറ്റും ആരാധനക്കാര്. നല്ല പൈസ കൊടുക്കണം, നല്ല കാശ് കൊടുക്കണം. അത്ര ഈസി അല്ല യെരൂശലേം ദേവാലയം. അതുകൊണ്ടാ ആരോഹണ ഗീതം, ആരോഹണ ഗീതം എന്ന് പറഞ്ഞ എന്നാ, കേറുമ്പം പാടുന്നത്. അയ്യോ, ആരോഹണ പർവ്വത ആരോഹകർ എന്ന് കേട്ടിട്ടില്ലേ? ഇത് ഏത് നാടാ? ഇത് തൃശ്ശൂരാ? എന്താ കുട്ടിയെ ആരോഹ കേറുക? അങ്ങനെ എനിക്ക് തൃശ്ശൂരുകാരോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം, അവർ ഇംഗ്ലീഷ് പറഞ്ഞാൽ തൃശ്ശൂർ ചൊവ്വയിലെ ഹൗവാറിയൂടാ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കയറ്റി വിടും അതിനിടയ്ക്ക് ഇവിടെ. അത് അവർ ഇംഗ്ലീഷ് പറഞ്ഞാലും ജർമ്മൻ പറഞ്ഞാലും തൃശ്ശൂരുകാരാന്ന് അറിയാം. ഇത് ഹല്ലേലൂയ. പോട്ടെ, ഈ വയസ്സൻ എന്നോട് കൂടെ പറഞ്ഞ, ഞാൻ ആ പദം പറയുമ്പോൾ എന്നോട് പൊറുക്കണേ, എനിക്ക് ഈ ദൂതിൽ കണക്ട് ചെയ്യാൻ വേറൊരു വാക്ക് കിട്ടാത്തതുകൊണ്ടാ. ആ വയോധികൻ, അതൊരു നല്ല വാക്കാ, കുഴപ്പമില്ല. ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന് എനിക്ക് യോത്തിന് പോകണം. ഇന്ന് രാത്രിയിലെ യോത്തിന് ഒരുങ്ങിയപ്പോ ആരാണ്ട് പറഞ്ഞു മഴക്കാറാന്നാ തോന്നുന്നു, അവിടെ എങ്ങനെ ചെന്ന് മഴയും പെയ്ത് പിന്നെ അളിഞ്ഞു വിളിഞ്ഞ് വണ്ടിയെ കയറി നമുക്ക് ഇവിടെ എങ്ങനെ ഇരിക്കാടി എന്ന് പറഞ്ഞിട്ടും അമ്മാമ്മയുടെ ശൈല്യം സഹിക്കാതെ വന്നവരുണ്ട്, അച്ഛൻ്റെ ശൈല്യം സഹിക്കാതെ വന്നവരുണ്ടാവും. എടി ഇന്നും കൂടെ പോയില്ലേ പിന്നെ നാളെ നമുക്ക് സമയം കിട്ടുകയില്ല. നാളെ വയസ്സനപ്പച്ചൻ പറഞ്ഞു എനിക്കിന്ന് പോണം, നിങ്ങൾ എന്നെ കൂടെ വരണേ, കൂടെ വരണേ, എനിക്ക് പോണം. ഈ ഐ കാന്റ് എക്സ്പ്ലെയിൻ. ഈ വയസ്സനപ്പച്ചൻ ചർച്ചിനകത്ത് എന്നിച്ച് ഇവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം പ്രാകാരമാണ്. കാര്യം ഈ അപ്പച്ചൻ പുരോഹിതനല്ല. കമോൺ, ഒന്ന് മെണ്ടിക്കേപ്പാ. ഈ അപ്പച്ചൻ പുരോഹിതനാണോ? ആണോ മക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ അപ്പച്ചൻ പുരോഹിതനാണോ? അല്ല. ഈ അപ്പച്ചൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നയാളാണോ? അല്ല. അപ്പൊ ഒരു നോർമൽ പേഴ്സൺ ഇരിക്കാൻ പറ്റിയ സ്ഥലം പ്രാകാരമാണ്. ഈ അപ്പച്ചൻ പ്രാകാരത്തിൽ ചെല്ലുമ്പോ അപ്പച്ചന്റെ തൊട്ടപ്പുറത്ത് ഒരു പ്രവാചകയായ അമ്മാമ ഇരിക്കുക. കന്യാകാലത്തിൽ 7 വർഷം കുടുംബജീവിതം നയിച്ച് ഭർത്താവ് മരിച്ചിട്ട് മനോരമ അടുത്ത പരസ്യം കൊടുക്കാതെ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ. പിന്നെ എളുപ്പത്തിന് ഭർത്താവിന്റെ മരണ വാർത്തയുടെ അടിയിൽ തന്നെ ഭാര്യയുടെ കല്യാണ വാർത്തയും കൂടെ കൊടുക്കുക. കാര്യം 2 പ്രാവശ്യം പൈസ മുടക്കണ്ടല്ലോ. ഭർത്താവ് മരിച്ചുപോയി, ആലയത്തിൽ പോയി, അവിടെ ഇരുന്ന് പ്രവചിക്കുന്നു. ഹന്ന എന്ന് പറഞ്ഞൊരു പ്രവാചകി. എനിക്കിത് പറയുമ്പോൾ ചാടാൻ തോന്നാ. തൊട്ടപ്പുറത്ത് ഈ വയസ്സനപ്പച്ചൻ ശിമ്യോൻ വന്നിങ്ങനെ ഇരിക്കുക. കാണുന്നവർക്കൊക്കെ തോന്നിക്കാണ് ഈ അപ്പച്ചൻ എന്തിനാണ് വന്ന് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ അറിയണം, നമ്മളെ പോലെ ഇവിടെ ഒരു സഭ, അവിടെ ഒരു സഭ, അപ്പുറത്തൊരു സഭ, ഇപ്പുറത്തൊരു സഭ, അപ്പുറത്തൊരു സഭ. അങ്ങനെ യെരൂശലേമിൽ പറ്റിയല്ല. യെരൂശലേമിൽ സിനഗോഗുകൾ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെയുള്ള ആലയം ഒരെണ്ണവാ. കേൾക്കുന്നുണ്ടോ? ഏത് കുഞ്ഞിനെ പ്രതിഷ്ഠിക്കണമെങ്കിലും അവിടെ വരണം. നിങ്ങൾ കേട്ടില്ല? ഒന്ന് കേൾക്കുന്ന ഒരു രാമയും പറഞ്ഞ്, ഏത് കൊച്ചിനെ പ്രതിഷ്ഠിക്കണമെങ്കിലും എവിടെ വരണം? എന്റെ പാസ്റ്ററെ, ഇത്ര 20 ലക്ഷം പേരുള്ള 12 ഗോത്രം പരന്ന് നിരന്ന് കിടക്കുന്ന എവിടെ കൊച്ചുണ്ടായാലും വരണം. ഇവിടെ ദേവാലയത്തിൽ വരണം. ഒറ്റ ദിവസം എനിക്ക് വലിയ കണക്കൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ ഇഷ്ടമില്ല. ഒരു ദിവസം 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷൻ നടക്കുക. ഹല്ലേലൂയ! ഡെഡിക്കേഷൻ നടക്കുക. കണ്ടില്ലേ? ഒരു സഹോദരി കൊച്ചിനെ കൊണ്ട് വിട്ടിരുന്നു. അന്നേരം മൈക്കിന്റെ ഓളിയും കൂടുതലാന്ന് പറഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് പുറകെ പോയി. ഞാനതൊക്കെ കണ്ടു. പിന്നെ എനിക്ക് എന്നെ കണ്ണാന്നറിയോ? കണ്ടോ കൊച്ചിനെ കുറിച്ചുള്ള കരുതൽ കണ്ടോ? ഹല്ലേലൂയ! കാരണം കൊച്ചിന്റെ ചെവി ഡയഫ്രം ചെലുതാ, അതുകൊണ്ട് കൊച്ചിനെ ചെവിക്ക് ഒന്നും പറ്റുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ഒച്ചയ്ക്കകത്ത് കിടന്ന് വളരട്ടെ. ആരാധനയും ഗ്ലോറിയും അന്യഭാഷയൊക്കെ കേട്ടതുങ്ങള് അതിനകത്ത് കിടന്നങ്ങ് വളരട്ടെ. അല്ല, ഇപ്പൊ പോയിരുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൈക്കിന്റെ ഓളി ഞാൻ ഒരു ഒഴുക്കിന് പറഞ്ഞത്, ഇനി അതും പറഞ്ഞ എന്റെ വണ്ടി തല്ലി വിളിക്കാൻ പറ്റരുത്, അത് ലോണാ, ഞാൻ പറഞ്ഞേക്കാം. ഹല്ലേലൂയ! 100 കണക്കിന് പിള്ളേർ, അമ്മമാര് 100 കണക്കിന് പിള്ളേരെയും കൊണ്ട് ചർച്ചിലോട്ട് വരിക. നിങ്ങൾ കണ്ടിട്ടില്ലേ കൊച്ചിന്റെ ഡെഡിക്കേഷന്റെ അന്ന്? പാസ്റ്ററെ, വെള്ള തുണി, കാല് പോലും കാണാൻ മേലാതെ സോക്സ് ഇട്ട്, തലയിൽ സോക്സ് ഇട്ട്
അവസാനം ആ കൊച്ചിന്റെ മുന്തിരിങ്ങ പോലത്തെ 2 കണ്ണൊഴികെ ബാക്കിയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരിക ചർച്ചിലോട്ട്. നേരെ പാസ്റ്റർ ഈ കൊച്ചിനെ കയ്യിലോട്ട് എടുത്ത്, കർത്താവേ നീ ദാനം കൊടുത്തേക്കും. അങ്ങനെ 100 കണക്കിന് അമ്മമാർ സ്വന്തം കൊച്ചിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരപ്പന്മാരും ദാരിദ്ര്യം കാണിക്കാറില്ല. ഉണ്ടോ? ഒരമ്മമാരും ദാരിദ്ര്യം കാണിക്കാറില്ല. പക്ഷേ ആയിരക്കണക്കിന് അമ്മമാർ മക്കളെ കൊണ്ട്, എന്നെ ശ്രദ്ധിക്കണേ, കേറി വരുമ്പോ ഈറ്റ തുണിക്കകത്തൊരു കൊച്ചിനെ കൊണ്ടൊരു സഹോദരി കേറി വരുന്നു. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്നൊരേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നീ ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്നൊരേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. സൈമൺ സാർ എഴുതി പിടിപ്പിച്ച വരി നിങ്ങൾ കണ്ടോ? ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ ആകാശത്തെ ഉടുക്കാൻ കരുത്തുള്ളവൻ കീറ്റത്തുണി ഉടുത്ത് കിടക്കുന്നു. ഓ, എന്നാ തൃശ്ശൂര, ദൈവത്തിനറിയാം. ആകാശത്തെ ഉടുക്കാൻ കഴിവുള്ളവൻ, വിധാനത്തെ വാരിച്ചുറ്റാൻ ശേഷിയുള്ളവൻ. കീറ്റത്തുണി പൊതിഞ്ഞു കിടന്നപ്പോ സൈമൺ സാറിന്റെ അകത്ത് തിളച്ച ആത്മീക അറിവുകൾ തമ്പുരാനോട് ചോദിച്ചതാ. പട്ടിനുള്ള മൂലവസ്തുവായ പട്ടുനൂൽ പുഴുവിന് ജന്മം കൊടുത്ത പൊന്നു തമ്പുരാനെ, നിനക്കുടുത്ത് കിടക്കാൻ ഒരു പട്ടുടയാട ഇല്ലാതെ പോയോ? ഓരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, ഓരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ. അടുത്ത വരി കേട്ടോടെ. ഓ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗേഹം പുൽക്കൂടാക്കി. അടുത്ത വരി കേൾക്കണം. വഴിയാധാര ജീവിയായി നീ. എന്റെ അപ്പായെ, എന്റെ യേശപ്പാട് പറഞ്ഞ വാക്ക, വഴിയാധാര ജീവി. നല്ല പെരക്കകത്ത് കയറി കിടക്കുന്ന നീ അറിയാതെ സ്തോത്രം പറയണം. ഉലകത്തിന്റെ ഉടമസ്ഥൻ വഴിവക്കിൽ കിടന്നതിന്റെ ഫലമാ ഞാൻ അനുഭവിക്കുന്ന എല്ലാം. വഴിയാധാര ജീവി. നല്ലപോലെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് യേശുവിന് നന്ദി പറഞ്ഞു. ഓ കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ രൂപം വേറെ. ഞാൻ തെണ്ടാതൊരു ഹല്ലേലൂയ തന്നെ പറയാൻ മേലെ. കീറ്റ തുണിക്കകത്ത് എന്നെ കേക്കണേ, കീ കീ എന്ന് കരയുന്ന ഒരു ചെറിയ മാംസ കഷ്ണത്തെ
ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആർഭാടങ്ങളുടെ വേലിയേറ്റമില്ലാതെ, എന്റെ ഭാഷ പറഞ്ഞാൽ ഓലക്കീറെ പെറ്റിട്ടിട്ടും കൊച്ചിന്റെ ദേഹത്ത് ഈർക്കില് കൊള്ളാതെ, കച്ചി മിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്നിട്ടും ആ കുഞ്ഞിന്റെ ദേഹത്ത് ഉറുമ്പും പുഴുവും കയറാതെ, മറിയാരാധനയ്ക്ക് പോയത് പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടാ. ദരിദ്രയായ അമ്മച്ചി, ദരിദ്രയായ ആന്റി, ദരിദ്രയായ സഹോദരി ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട്, നിങ്ങൾ എന്നോട് കൂടെ ഇല്ലെന്ന് മോനെ, എനിക്ക് ഫിംഗർ തരാം മോനെ, ഓളിയം തീരെ താക്കണേ. ആ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഒരു സഹോദരി, ആരാ കൂടെയുള്ളേ? ജോസഫ് ഉണ്ടോ? അറിയില്ല, ഞാനവിടെ എങ്ങും കണ്ടില്ല പാസ്റ്റർ. ഒറ്റയ്ക്ക് ഇങ്ങനെ കൊച്ചിനെ നെഞ്ചത്ത് വാരി പിടിച്ചുകൊണ്ട് മേളിലോട്ട് കയറുമ്പോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇവിടെ യോഗം നടക്കുവെന്ന് കൊച്ചിനോട് പറഞ്ഞാൽ അതിന് മനസ്സിലാകുമോ? പാവം, അതിന് വിശക്കുമ്പം കരയും. മമ്മി പറയും യോഗമാടാ യോഗ. കൊച്ചിന്റെ ഒരു നോട്ടുണ്ട്, എന്നാ യോഗം, പാലുതാ. കൊച്ചുങ്ങൾക്ക് കരയണമെങ്കിൽ കർത്തൃമേശെന്നുണ്ടോ, വചന ശുശ്രൂഷെന്നുണ്ടോ? ഒന്നുമില്ല. ആലയത്തിന്റെ അകത്ത് കയറി മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശു ദൈവാലയത്തിൽ ചെന്നു എന്നാണ്. അമ്മ അവനെ കൊണ്ട് എവിടെ ചെന്നെന്നാ? നോ, ആമേ ഒറിജിനൽ ട്രാൻസ്ലേഷൻ കിടക്കുന്ന അവനെ പ്രാകാരത്തിൽ കൊണ്ടുവന്ന. ഒന്ന് പറഞ്ഞ വാക്ക്, come on all of you please. പ്രാകാരത്തിൽ, പ്രാകാരത്തിൽ ഒരു കീറ്റ തുണിക്കകത്ത് ഈ കൊച്ചിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു പാവം സഹോദരി കയറിച്ചില്ല. ഞാൻ ഈ ജാതികളുടെ മനോഹര വസ്തു എന്നു തെളിയിക്കാനുള്ള തത്രപ്പാടില്ല, അല്ലാതെ 9 മണി ആക്കാനുള്ള പരവേശത്തിലല്ല ഞാൻ. ഈ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ പാവ സഹോദരി ഈ ആലയത്തിന്റെ സൈഡിലത്തെ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കരയുമ്പോ, കരയില കരയിലട 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 കരി പാസങ്ങൾ വഴക്ക് പറയട, കരയിലട കരയിലട പാസങ്ങൾ വഴക്ക് പറയും. പഴയ പാസ് കുഴപ്പമില്ലത്, ഇപ്പോഴത്തെ പാസ്റ്റൊക്കെ പിള്ളേരുടെ കരച്ചിലേട്ട വയറ്റുവേനയുള്ള പാസ്റ്റർ, അതുകൊണ്ട് കരയിലട പ്ലീസ്. പിള്ളേരെ സഹിക്കാൻ മേലത് എന്നാ സഭാ ശുശ്രൂഷ. കൊച്ചു കുഞ്ഞുങ്ങൾ ചർച്ചിനകത്തോട് നടക്കും, സഹിക്കണം. ഇച്ചിരി വിവരം വെക്കുമ്പോ ചെറിയൊരു സൈക്കിൾ കയറ്റി കൊടുക്കണം, എന്നാലും അവന് മനസ്സിലാവും. അല്ലാതെ കൊച്ചിനെ പിടിച്ച് വാരി കുത്തിയിട്ടേ. ഞാൻ ഞങ്ങളുടെ ചർച്ച ഒരു ദിവസം തകർത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോ എന്റെ മൈക്കിനകത്ത് ഒച്ച കേൾക്കുന്നില്ല. ഞാൻ നോക്കുമ്പോ എന്റെ കേബിൾ ഒരുത്തിന് ഊരി പിടിച്ചിരിക്കും. ഇതെല്ലാം ശുശ്രൂഷയ്ക്കകത്തുള്ളതാ. ആന്റി, നിങ്ങൾ എന്നോട് കൂടെ പറയണേ, ഞാനിതൊന്നും തെളിയിക്കാനുള്ള തത്രപ്പാടില്ല. മക്കളെ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആ ഭാഗത്ത് ആത്മാവ് വ്യാപരിക്കുന്നുണ്ടോ? മനെ ഉണ്ടല്ലോ. നിന്നെയൊക്കെ ഞാൻ നോട്ടമിട്ട് വെച്ചിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഈ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ തട്ടിച്ചോനെ, കരയില്ലേടാ കരയില്ലേടാ കരയില്ലേടാ. ലോകത്തിന് താളം കൊടുത്തവന്റെ മുതുകത്ത് താളമിടുക അമ്മ ഉണ്ടോ? ഭൂമിക്ക് താളം കൊടുത്തവന്റെ മുതുകത്ത് താളമിടുക. ഇങ്ങനെ പതുക്കെ, കരയല്ലേ 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 കരയല്ലേ, പ്ലീസ് പ്ലീസ്, യു ഡോണ്ട് ക്രൈ, യു ഡോണ്ട് ക്രൈ, പ്ലീസ് പ്ലീസ്. തൊട്ടപ്പുറത്തെ കൊച്ചുകാര്, തൊട്ടപ്പുറത്തെ കൊച്ചുകാര്. അങ്ങനെ നിങ്ങൾ കേട്ടോണം, ഒരു 100 പിള്ളേര്, 1000 പിള്ളേർ ഒരുമിച്ച് കാറുക. 1000 പിള്ളേർ ഒരുമിച്ച് കാറുമ്പോ ഈ ആത്മനിയോഗമുള്ള വയസ്സൻ എഴുന്നേറ്റു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? പാസ്റ്റർ, ഞാനൊന്ന് താഴോട്ടിറങ്ങിയ കുഴപ്പമുണ്ടോ? പാസ്റ്ററെ, ഒന്ന് താഴോട്ടിറങ്ങിയ കുഴപ്പമുണ്ടോ? ഈ വയസ്സൻ എഴുന്നേറ്റു. മക്കളെ ഹൗളിയോടാ. ഈ വയസ്സൻ എഴുന്നേറ്റു. വയസ്സൻ എഴുന്നേറ്റ് മെല്ലെ മെല്ലെ നടന്ന് ചെന്നേച്ച് ഈ 100 കണക്കിന് അമ്മമാര് കേൾക്കുന്നുണ്ടോ? 100 കണക്കിന് പിള്ളേരെ കൊണ്ട് അമ്മമാര് കരഞ്ഞ്, പിള്ളേര് കരയുന്ന ഈ ചർച്ചിൽ, ചെറിയ ചർച്ചല്ല, ഭയങ്കര ചർച്ചിൽ ഈ വയോധികൻ ചെന്നേച്ച് മറിയയുടെ മുമ്പിൽ പോയി ഒരൊറ്റ നിപ്പാണ്. മറിയ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഇയാളെ. മറിയക്ക് അറിയില്ല ഈ വയസ്സനെ. പക്ഷേ ഈ വയസ്സന്റെ മേൽ അഭിഷേകം ഉള്ളത് കൊണ്ട് ഈ കൊച്ചുമായിട്ട് കണക്റ്റായി. മറിയയുടെ കണ്ണിന്റെ റെറ്റിനയ്ക്ക് വായിക്കാൻ പറ്റിയില്ല ഈ വയസ്സനെ. മറിയയുടെ കണ്ണിന്റെ റെറ്റിന്, മറിയ ആലോചിക്കുക, വകയിൽ അമ്മാച്ചൻ, അപ്പാപ്പൻ, ഉപ്പാപ്പൻ, അളിയൻ, അനന്തരവൻ, ചേട്ടൻ, നോ നോ നോ, മറിയക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ അഭിഷേകമുള്ള ഈ അപ്പന്, മറിയ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഈ ഉടമസ്ഥന്
എന്റെ ചോദ്യം, അല്ലയോ ശിമിയോനെ, അപ്പുറം നിൽക്കുന്ന കൊച്ചിനെ എടുത്തോ? ഇല്ല. ഇപ്പുറം നിൽക്കുന്ന കൊച്ചിനെ എടുത്തോ? ഇല്ല. കോടീശ്വരന്റെ കൊച്ചിനെ എടുത്തോ? ഇല്ല. സ്റ്റെറിലൈസ്ഡ് ടർക്കിക്കകത്ത് പൊതിഞ്ഞ കൊച്ചിനെ എടുത്തോ? ഇല്ല. ആമേ, വില കൂടിയ കൊച്ചിനെ എടുത്തോ? ഇല്ല. ദേവദാസനെ, ആ കീറ്റ തുണിക്കകത്ത് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ കൊച്ചിന്റെ അമ്മയുടെ മുമ്പിൽ ചെന്നേച്ച് ഈ വയസ്സം പറയാൻ, ആ മനുഷ്യന്റെ കണ്ണ് തിളങ്ങുക. ആ മനുഷ്യന്റെ കണ്ണ് തിളങ്ങുകയാ. ആ മനുഷ്യൻ പറയാത്ത ആ കുഞ്ഞിനെ എന്റെ കൈത്താ, എന്റെ കൈത്താ. സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എടാ പാട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതല്ലോ ഉണ്ടോ? കേൾക്കണേ, കേൾക്കണം. കൊച്ചിനെത്താ. ഈ മനുഷ്യൻ ഒരു പരിചയമില്ലാത്ത, നിങ്ങൾ കേൾക്കണ്ട, ഈ കൊച്ചിനെ ഈ വയസ്സന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോ മറിയ ഷോക്കടിച്ച് നിൽക്കുക. നമ്മുടെ ചോദ്യം, ഹു ആർ യു? ചോദിക്കാൻ നാക്ക് പൊങ്ങുന്നില്ല. കാരണം ഇവൻ ചോദിച്ചത് വാഗ്ദത്തത്തിന്റെ പുറത്താ. ആ കൊച്ചിനെ എടുക്കാതെ നീ ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞൊരു വാഗ്ദത്തം കിടക്കുക. അപ്പൊ വാഗ്ദത്തം കൈനീട്ടിയാൽ ആരും കൊടുക്കണം, അല്ലേ? ആ കരമൊന്ന് തട്ടി യേശുവിന്റെ മഹത്വം കൊടുത്തേ. ശ്രദ്ധിച്ചേ, ആ കൊച്ചിനെ കയ്യിലോട്ടങ്ങ് പിടിച്ചു. പിന്നെയുള്ള ആ മനുഷ്യന്റെ പ്രാർത്ഥനകൾ ലെവല് നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു പ്രാർത്ഥനയാ. വായിക്കാമോ? ഇപ്പോൾ നാഥ, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അടുത്തത്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും, പോകരുത്, ഒന്നുകൂടെ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും. ഈ വാക്യം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഇവിടെ ഇവിടെ എന്നെ നോക്കിക്കേ. ഈ വാക്യം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പം വായിച്ചത് ഹഗ്ഗായി എപ്പോസിഷൻ എഴുതണം കേട്ടോ. തന്നെ വായിച്ചു എന്ന് വെച്ചപ്പോ അത് മറന്നിരിക്കുന്നു. ഹഗ്ഗായി എന്നാ പറഞ്ഞത്? സകല ജാതികൾക്ക് വരുവാനുള്ള മനോഹര വസ്തു. ശിമ്യോൻ എന്നാ പറഞ്ഞത്? ജാതികളുടെ പ്രകാശം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഹഗ്ഗായി പറഞ്ഞത് യെരുശലേം ദേവാലയത്തിൽ ഹാലജൻ ബൾബ് മേടിച്ചിടുന്ന കാര്യമല്ല. ഈ ആലയത്തിന് ഇനി മഹത്വം ഉണ്ടാകണമെങ്കിൽ മനോഹര വസ്തു ഇതിനകത്ത് വരണം. ആ ദൂതന്റെ നിവർത്തി ഇപ്പൊ ശിമ്യോന്റെ കയ്യിലിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ജാതികളുടെ രക്ഷ. ഇന്ന് രാത്രി പാപിയായ സ്നേഹിത, നിന്റെ രക്ഷയാന്ന് യെരുശലേം ദേവാലയത്തിൽ കേറിയത്. അവന്റെ പേര് യേശു. ഇന്ന് രാത്രി ഈ തൊണ്ടക്കാറിയും കീറിയും ഞാൻ ഉയർത്തുന്നത് അവനെയാ. ജാതികളുടെ മനോഹര വസ്തു. ശിമ്യോൻ വിളിച്ചത് ഒരു ശകലം മാറ്റി വിളിച്ചു. ജാതികളുടെ മനോഹര വസ്തു അല്ല, പിന്നെ ജാതികളുടെ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ജാതികളുടെ വെളിച്ചം. ഇത് പറഞ്ഞിട്ട് ഒന്ന് താഴോട്ടൊന്ന് ശകലം ഒന്ന് വായിക്കാവോ അങ്ങളെ? എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഓ, എവിടെ വെച്ചാ കണ്ടേ? പരമക്കളെ, ആലയത്തിൽ, ചർച്ചിനകത്ത്. ഹഗ്ഗായി പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരാൾ വരാതെ ഇനി മഹത്വം വരികയില്ലെന്ന്. ആളായി വന്നത്, ആളായി കേറിയത്, ആളായി ഈ വയോധികന്റെ കയ്യിലിരിക്കുന്നത്. ഇനി എനിക്ക് വായിക്കണം ശകലം ശകലം. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. അപ്പം മറിയയും യോസഫും ഇവിടെ നോക്കിയേ, പരവേശം പിടിച്ചു നിൽക്കുക. കാര്യം
അവർക്ക് ഈ സാധനം കിട്ടുന്നില്ല. അതല്ലേലും ആത്മാവില്ലാത്തവർക്ക് ഒരുമാതിരിപ്പെട്ട ഒരു സാധനവും കിട്ടുകയില്ല. അവർക്കിത് കിട്ടില്ല. താഴോട്ട് വായിക്കണം. ഒറ്റ പെട്ടെന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട് അനുഗ്രഹിച്ച് പറയുവാണേ, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. അതെല്ലാവരോടും ചേർന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി, നിന്റെ സ്വന്തം പ്രാണനിൽ, സ്വന്തം പ്രാണനിൽ കൂടി. അങ്കിളെ ദേവദാസന്മാരെ അവിടെ എഴുതിയിരിക്കുന്നത് അനുഗ്രഹിച്ച് പറഞ്ഞു എന്നാ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെയൊന്ന് അനുഗ്രഹിക്കാൻ? ഒരു വീട്ടിൽ ചെന്നിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണെ, നിന്റെ പ്രാണൽ കൂടെ ഒരു വാള് വരും. പറ്റുമോ ദേവദാസന്? അവർ ഓടിച്ചിട്ട് തല്ലും, മൂത്ത് കടിച്ച് പൊളിക്കും. ഇങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റുമോ? കേട്ടില്ല. അവളെ അനുഗ്രഹിച്ചു പറഞ്ഞു എന്നാ. റൈറ്റ്. നിന്റെ പ്രാണൽ കൂടെ ഒരു വാള് കിടക്കും. മറിയയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ യോഹന്നാന്റെ കയ്യെ പിടിച്ച് ഗാൽഗുത്തായുടെ മേളിൽ കയറി മറിയ ഒരു ദിവസം. എന്തിനാ മറിയ കയറിയെന്നറിയോ? ശിമയോൻ പറഞ്ഞ ആ ദൂതിന്റെ നിവർത്തി കാണാൻ. മറിയ കയറിയപ്പോ കണ്ട കാഴ്ച എന്നാന്നറിയോ? ഓ മൂന്നാണിമേ ഭൂമേനീതാ തൂങ്ങിടുന്നയ്യോ, മൂന്നാണിമേ ഭൂമേനീതാ തൂങ്ങിടുന്നയ്യോ, മണ്ണിനും വിണ്ണിനും മധ്യയായി ഏഴയ്ക്കായഹോ, കാൽവരി മാമല മുകളിൽ കാഴ്വതെന്തഹോ, ദേവകുമാർ എന്റെ പേർക്കാ തൂങ്ങിടുന്നയ്യോ. എത്തിയോ? ഓയിത്തിറ്റു വീണിടും രുധിരം പാപശാന്തിക്കാൻ ഊറ്റിത്താൻ രക്തമസകലം ഈ ഏഴയ്ക്കായഹോ, കാൽവരി മാമല മുകളിൽ കാൺവതെന്തഹോ, ദേവകുമാർ എന്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. ആ വരിയൊന്ന് കേട്ടോണേ. മൂന്നാണിമേ ഭൂമേനീതാ തൂങ്ങിടുന്നയ്യോ, മൂന്നാണിമേൽ ഭൂമേനി പുഷ്പത്തിന്റെ ഇതള് പോലെ വാർദ്ധവത്വമുള്ളവൻ, മണ്ണിനും വിണ്ണിനും മധ്യയായി ഈ ഏഴയ്ക്കായഹോ. അനുഗ്രഹിച്ചു പറഞ്ഞത് എന്താ? നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാള്. മറിയ ഞെട്ടാഞ്ഞന്റെ കാരണം എന്താണെന്നറിയോ? അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞൊരു പ്രവചനം ദാനിയേലിൽ കിടപ്പുണ്ട്. നാല് സ്ത്രീകൾ ഒരുമിച്ച് ഗാൽഗുത്തായുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. യോ തീരാൻ പോവാ. ഗാൽഗുത്തായുടെ കയറ്റം കേറുമ്പോ ഇങ്ങനെ സ്തംഭിച്ചൊരു നിപ്പ മറിയ. 162 മുറിവ തലയില്, 162 മുള്ളിന്റെ കൂർത്തുമൂർത്ത ആ മുന കേറിയിട്ട്. ഞാനൊരു ബുക്കിനകത്ത് വായിച്ചത് ഒരു മുറിവിന് ഒരണലി കൊത്തുന്ന വേദനയാണ്. ഒലിവിന്റെ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് ഈ മുള്ളു മുക്കിയെടുത്തിട്ട് വാർക്കയാണിയേക്കാൾ പവറാണ് ഇതിന്. ഇത് തലയിലോട്ടുള്ള അട്ടാട്ടിയാണ്.
162 മുറിവ് തലയിൽ ഇങ്ങനെ വട്ടം കിടക്കും. ചതുരവടിവുള്ള 3 ആണി. ശരീരം ഇങ്ങനെ മാംസം പിഴുതു പറിച്ച് തൂക്കിയിട്ടിരിക്കുക. 80 കുതിരയുടെ ചാട്ടവാറ് അവർ വെള്ളത്തിൽ മുക്കി അടിക്കുന്നുണ്ട്. എന്നാ വെള്ളമെന്നറിയാവോ? നമ്മുടെ കാന്താരി അരച്ചതും വിനാഗിരിയും കൂടെ ഒരുമിച്ച് ചേർക്കുന്നത് പോലത്തെ ഒരു ലായനി. ആ ചാട്ടയിൽ ഇങ്ങനെ നീറി നിൽക്കുന്നത് മുറിവിലേക്ക് അടിക്കുമ്പോ കനല് വാരി ഇട്ടതുപോലെ ശരീരം പൊള്ളുക. എന്റെ മക്കളെ, രക്ഷിക്കപ്പെടാൻ പറയുന്നതിന്റെ പുറകിലെ ഗൗരവം ഇതാ. കാൽവറി ഒരു ചൂതുകളിയല്ല. അടിച്ച് പദം വരുത്തി 3 ആണിയൽ ക്രൂശിന് വെള്ളിങ്ങനെ തൂങ്ങി കിടക്കുക. വിലാവ് കുത്തി തോരന്നു. ശരീരമാസകലം കീറി ചെതറി അങ്ങനെ കിടക്കുമ്പോ മറിയോട് തന്നെ പറഞ്ഞു, ഞാൻ കണ്ടു. ആരെ കണ്ടു? എന്റെ പ്രാണനിൽ കൂടെ കേറിയ വാള്. ഇനി നിങ്ങളുടെ ദൂത് ഞാൻ പറയട്ടെ. ജാതികളുടെ മനോഹര വസ്തു, ജാതികളുടെ പ്രകാശം, നിന്റെ വിടുതലിന്റെ കാരണഭൂതൻ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് സ്റ്റാൻഡ്.